ഇന്നത്തെ ക്ലാസ് നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സ് ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ് പഠിക്കുന്നത്. രണ്ട് ടോപ്പിക്കും തിയറി ക്വസ്റ്റ്യനായിട്ട് വരുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. അപ്പം ഇത് എന്തായാലും പഠിക്കാതെ നിങ്ങൾ പോവരുത് കേട്ടോ, ന്യൂക്ലിയർ ഫിസിക്സും പാർട്ടിക്കിൾ ഫിസിക്സും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് തിയറീസ് കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയർ ഫിസിക്സും അതുപോലെ പാർട്ടിക്കിൾ ഫിസിക്സും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ന്യൂക്ലിയർ ഫിസിക്സിനെ കുറിച്ച് പറയുന്നു, പിന്നെ പാർട്ടിക്കിൾ ഫിസിക്സിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ലൈഡ് ഉണ്ടാവും. ഓക്കെ, സ്ലൈഡ് കണ്ട് പേടിക്കണ്ട, എന്നെ കൂടെ ഒന്നിലാക്കിയതാണ്. ഓക്കെ, റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് തന്നിട്ടുണ്ട്. r=r0 ക്വസ്റ്റ്യൻ വരാറുണ്ട്. r0 വാല്യൂ പഠിച്ചു പോവുക. 1.2 ഫെംറ്റോമീറ്റർ. പിന്നെ ഇതറിയാലോ, എന്തൊക്കെയാണ് എക്സിന് ഒരു എലമെൻറ്റിന് നമ്മൾ Z എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പർ, A പറയുന്നത് മാസ് നമ്പർ, N എന്ന് പറയുന്നത് അവിടുത്തെ ന്യൂട്രോൺ നമ്പർ. അപ്പോൾ മാസ് നമ്പർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ന്യൂട്രോൺ നമ്പറും അതുപോലെ അറ്റോമിക് നമ്പറും സം ചെയ്തതാണ്. ഇതൊക്കെ അറിയാവുന്നതാണ്. പിന്നെ ഐസോബാർസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. ഐസോബാർസ് എന്ന് പറഞ്ഞാൽ സെയിം മാസ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. A സെയിം ആയിരിക്കും, പക്ഷേ Z ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുല പക്ഷെ ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയിരിക്കും. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പർ ഡിഫറെൻറ്റ് അറ്റോമിക് മാസ് നമ്പർ. ഇവിടെ ഐസോബാറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഐസോടോപ്പ്. ഐസോടോപ്പ് എന്ന് പറയുമ്പം അറ്റോമിക്, ഈ ടി എന്ന് പറയുമ്പം അറ്റോമിക്കിൻ്റെ ടി ആലോചിക്കുക, അറ്റോമിക് നമ്പറിൻ്റെ ടി ആലോചിക്കുക. പിന്നെ അതുപോലെ അറ്റോമിക് നമ്പറാണ് അറ്റോമിക് നമ്പർ. പിന്നെ അറ്റോമിക് മാസ് നമ്പർ, അറ്റോമിക് കൂട്ടുണ്ട്, അവിടെ മാസ് നമ്പർ മാത്രം എടുത്തോളൂ, അപ്പം കൺഫ്യൂഷൻ വരില്ലല്ലോ. അറ്റോമിക് ഐസോടോപ്പിൻ്റെ ടി, അപ്പോൾ അറ്റോമിക് നമ്പറാണ് അവിടെ സെയിം. ഓക്കെ, അപ്പോൾ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ സെയിം, മാസ് നമ്പർ ഡിഫറെൻറ്റ്. പിന്നെ ഐസോട്ടോൺസ് എന്ന് പറയാറുണ്ട് എലമെൻസിന്. ഐസോട്ടോൺസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് പക്ഷേ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാ? അറ്റോമിക് നമ്പർ അല്ലേ, അറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും പ്രോട്ടോൺസിൻ്റെ എണ്ണം. പിന്നെ ന്യൂട്രോൺസിൻ്റെ N എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും നമ്പറിനെ. അപ്പം N എന്ന് പറയുന്ന വാല്യൂ സെയിമും ബട്ട് പ്രോട്ടോൺ നമ്പർ ഡിഫറെൻറ്റും ആണെങ്കിൽ അവയെ അങ്ങനത്തെ എലമെൻറ്റ്സിന് നമ്മൾ ഐസോട്ടോൺസ് എന്ന് പറയും. പിന്നെ മിറർ ന്യൂക്ലിയർ ചോദിക്കാറുണ്ട്. മിറർ ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് എലമെൻറ്റ് തരും, എക്സും വൈയും. ഈ എക്സിന് Z1 N1 ഉണ്ടാവും, അതുപോലെ Z2 N2 വൈക്ക്. ഇത് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ Z1ഉം N2ഉം ഈക്വൽ ആണെങ്കിൽ നമുക്കിതിനെ മിറർ ന്യൂക്ലിയർ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ N1ഉം അതുപോലെ Z2ഉം ഈക്വൽ ആവണം, നമ്പർ ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിലും മിറർ ന്യൂക്ലിയർ എന്ന് പറയും. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അപ്പോൾ മനസ്സിലാവും. ഒന്നുമില്ല, ഒരു എലമെൻറ്റിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം മറ്റൊരു എലമെൻറ്റിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആവണം. ന്യൂട്രോൺ ആണ് N കേട്ടോ, മാസ് അല്ലേ, ന്യൂട്രോൺ. പിന്നെ അതുപോലെ ഒരു എലമെൻറ്റിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം മറ്റൊരു എലമെൻറ്റിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആവണം. അങ്ങനെയുള്ള എലമെൻറ്റ്സിന് മിറർ ന്യൂക്ലിയർ എന്ന് പറയാം. ഓക്കെ, ബൈൻഡിങ് എനർജിൻ്റെ ഇക്വേഷൻ അറിയാലോ. നെക്സ്റ്റ് ഇതൊക്കെ പഠിച്ചു പോണേ. പിന്നെ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട് തിയറി ക്വസ്റ്റ്യനായിട്ട്, അത് പഠിച്ചു പോവുക. എന്താണ്? സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്, സാച്ചുറേറ്റഡ് ഫോഴ്സ് ആണ്, ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്, നോൺ സെൻട്രൽ ഫോഴ്സ് ആണ്. പിന്നെ എന്താ ഉള്ളത്? 10⁻³ എന്ന് പറയുന്നത് 33 ടൈംസ് ആണ്. എത്ര? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെക്കാട്ടിലും 10⁻³ ടൈംസിൻ്റെ ന്യൂക്ലിയർ ഫോഴ്സ്. അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും 10⁻35 ടൈംസ് ഗ്രേറ്റർ ആണ് ന്യൂക്ലിയർ ഫോഴ്സ്. പിന്നെ ന്യൂക്ലിയർ മോഡൽസ്, ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഇതിൽ മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരാറ് ലിക്വിഡ് ഡ്രോപ്പ് മോഡലിനാണ്. ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൽ എന്താണ് അവിടെ പറയുന്നതെന്നാണ് ചോദിക്കാറ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, അവിടെ എന്തൊക്കെയാണ് പറയുന്നത്? ന്യൂക്ലിയസ് റിസംബിൾ ലിക്വിഡ് ഡ്രോപ്പ് ൻ്റെ രീതിയിലാണ് ഒരു ന്യൂക്ലിയസ് അതിനെ റിസംബിൾ ചെയ്യുന്നത് ഈ ഒരു തിയറിയിൽ, ഈ ഒരു മോഡലിൽ. ഇവിടെ ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ലിക്വിഡിൻ്റെ കേസിൽ സർഫസ് ടെൻഷൻ അല്ലേ, അതുപോലെയാണ് ഇവിടെ ന്യൂക്ലിയർ ഫോഴ്സ്, അതേ റോളാണ് ഇവിടെ കൊടുക്കുന്നത്. അത് ഈ ന്യൂക്ലിയർ ശരിക്കും ഈ വാട്ടർ ഡ്രോപ്ലെറ്റൊക്കെ സ്പെറിക്കൽ ഷേപ്പ് കിട്ടുന്നത് നമുക്കറിയാം സർഫസ് ടെൻഷൻ കൊണ്ടാണ്. അതുതന്നെയാണ് ഈ ലിക്വിഡ് ഡ്രോപ്പ് മോഡലിലും പറയുന്നത്. നമ്മുടെ ന്യൂക്ലിയസിന് സ്പെറിക്കൽ ഷേപ്പ് നൽകുന്ന ന്യൂക്ലിയർ ഫോഴ്സ് ആണെന്നാണ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ പറയുന്നത്. അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് എന്ത് ചെയ്യും? ന്യൂക്ലിയോൺസിനെ തമ്മിൽ എന്ത് ചെയ്യും?
റിപ്പൽ ചെയ്യുന്ന രീതിയിൽ അവരെ ഓരോരോ സ്ഥലത്ത് നിർത്തുന്നത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് ആണ്. അപ്പം ഈ ന്യൂക്ലിയറിൻ്റെ സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സും ഇതുപോലെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സും കൂടെയാണ് എന്നാണ് ലിക്വിഡ് മോഡൽ പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള മോഡൽസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടെങ്കിൽ പോവാട്ടോ. പിന്നെ 2 ലോസ്, റേഡിയോ ആക്റ്റീവ് ഡിസ്ഇൻറ്റഗ്രേഷൻ്റെ 2 ലോസ്. പിന്നെ അതിൽ നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണ് n=n0 e⁻ λs. അത് മെയിനായിട്ട് നമുക്ക് നോക്കാം, എങ്ങനെ റേഡിയോ ആക്ടിവിറ്റീൻ്റെ ക്വസ്റ്റ്യൻസ് വരൽ കുറവാണ്. ഓക്കെ, പിന്നെ ഹാഫ് ലൈഫ് ഇത് വരാറുണ്ട് കേട്ടോ, ഇത് നോക്കുക. ഹാഫ് ലൈഫ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൻ്റെ ഹാഫ് ലൈഫ് ടി എന്ന് ഉദ്ദേശിച്ചാൽ അവിടെ 0.693/λ. ആണ് DK കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഓരോ എലമെൻറ്റിന് ഓരോ DK കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ് വൺ, ഇത് പിന്നെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. അത് L എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അത് 1/λ ആണ്. അപ്പോൾ അതിന് നമുക്ക് 1.44 T എന്നും പറയാം. നെക്സ്റ്റ്, നിങ്ങൾക്കറിയാലോ നമ്മുടെ ഒരു ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേഷൻ നടക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അവിടെ എനർജി ലിബറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യാം. അങ്ങനത്തെ എനർജിയിൽ നിന്നാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ എനർജി Q എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്നൊക്കെ പറയാറുണ്ട്. അവ എങ്ങനെ എഴുതാം? ഇപ്പം എക്സ് വൈ ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സപ്പോസ് എക്സും ക്യാപിറ്റൽ വൈയും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് സ്മോൾ എക്സും ഒന്ന് സ്മോൾ വൈ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം സ്മോൾ വൈയും ക്യാപിറ്റൽ വൈയും കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് -EX കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്തത് റെസ്റ്റിലാണ്, ടാർജറ്റ് റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ ആരുണ്ടാവില്ല, നമ്മുടെ ക്യാപിറ്റൽ എക്സിന് എനർജി 0 ആക്കി കൊടുക്കുക. പിന്നെ മാസിൻ്റെ ടേംസിലാണ് നമുക്ക് Q എഴുതുന്നുണ്ടെങ്കിൽ ഇതേപോലെ വരും. പിന്നെ ബൈൻഡിങ് എനർജി ഓഫ് ഡിഫറെൻറ്റ് ന്യൂക്ലിയ ആണെങ്കിൽ ഇങ്ങനെ വരും. ജസ്റ്റ് നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ക്രീഗർ നട്ടൽ റിലേഷൻ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യനിൽ. log λ = A+B log R⁴ എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് ആൽഫ പാർട്ടിക്കിളാണ്. ഈ റിലേഷനെയാണ് നമ്മൾ ക്രീഗർ നട്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അറ്റോമിക് നമ്പർ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് ക്രീഗർ നട്ടൽ ലോൻ്റെ. അതുകൂടെ നമുക്ക് ചെയ്യാണ്ട്. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ന്യൂക്ലിയർ റിയാക്ടറാണ് ന്യൂക്ലിയർ ഫിസിക്സിൽ പറയുന്നത്. ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് അവിടെ ന്യൂക്ലിയർ റിയാക്ടർ പറഞ്ഞാൽ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അത് നിലനിർത്തി പോകാനും സസ്റ്റെയിൻ ചെയ്യാനും ഒരു സ്റ്റഡി റേറ്റിൽ സസ്റ്റെയിൻ ചെയ്യാനും നിലനിർത്തി പോകാനും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ. അതിന് ഒരുപാട് പാർട്സ് ഉണ്ട്. അപ്പോൾ പാർട്സ് ഒന്ന് നോട്ട് ചെയ്യാം. കോറ്, മോഡറേറ്റർ, കൺട്രോൾ റോഡ്സ്, കൂളൻസ്, ഫ്യൂവൽസ്, അതുപോലെ റേഡിയേഷൻ ഷീൽഡ്സ് അല്ലെങ്കിൽ ഷീൽഡ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഷീൽഡിങ് കേട്ടിട്ടില്ലേ? ഷീൽഡിങ്. ഓക്കെ, ഇതാണ് ഒരു ന്യൂക്ലിയർ റിയാക്ടർ. കണ്ടല്ലോ. ഓക്കെ, റിഫ്ലക്ടറും ഉണ്ട് കേട്ടോ. റിഫ്ലക്ടർ കാണിച്ചു തരാം. റിയാക്ടർ കോർ എന്ന് പറയുന്നത് നമ്മൾ കോർ എന്ന് പറഞ്ഞു അല്ലേ. കോറിൽ മെയിനായിട്ട് ഉണ്ടാകുന്നത് ഫ്യൂവൽ എലമെൻറ്റ്സ്, അതുപോലെ കൺട്രോൾ റോഡ്സ്, കൂളൻ്റ്, മോഡറേറ്റർ, പ്രഷർ വെസൽസ് ഒക്കെയാണ്. കോറിന് ശരിക്കും ജനറലായിട്ട് റൈറ്റ് സർക്കുലർ സിലിണ്ടറിൻ്റെ ഷേപ്പാണ് ഉണ്ടാവാറ്. ഇത്രയൊക്കെ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഫ്യൂവൽ റോഡ്സ് എന്തിനോടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതും കൂടെ നോട്ട് ചെയ്യുക. ഫ്യൂവൽസ് ആയിട്ട് നമ്മൾ ഫ്യൂവൽ റോഡ്സ് ഏതൊക്കെയാണ്? യുറാനിയം റോഡ്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലോട്ടാണ്. ക്ലോട്ട് വിത്ത്. പിന്നെ റിഫ്ലക്ടർ എന്ന് പറയുമ്പം നമുക്ക് ഈ കോറിന് ചുറ്റും വെക്കുന്നതാണ് നമ്മൾ റിഫ്ലക്ടർ. അതെന്താ ഉദ്ദേശിച്ച് വെച്ചാൽ വരുന്ന ന്യൂട്രോൺസ് ഉണ്ടാവില്ലേ, അത് ലീക്കായി പോവാതിരിക്കാൻ വേണ്ടി തിരിച്ച് അങ്ങോട്ട് കോറിലോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റിഫ്ലക്റ്റേഴ്സ് വെക്കും കോറിൻ്റെ ചുറ്റും. അതാണ് റിഫ്ലക്ടർ. പിന്നെ കൺട്രോൾ റോഡ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കൺട്രോൾ റോഡ്സിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ. കൺട്രോൾ റോഡ്സ് എന്ന് പറഞ്ഞാൽ ഹെവി മാസ് എലമെൻറ്റ്സിനോട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവ എന്താ ചെയ്യുക വെച്ചാൽ കൺട്രോൾ റോഡ്സ് ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് റിയാക്ഷൻ ഒരു നമ്മൾ പറഞ്ഞില്ല ഒരു സ്റ്റഡി റേറ്റിൽ കൊണ്ടുപോകുന്നത്
സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൺട്രോൾ റോഡ്സ് ഇൻസേർട്ട് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്യാതെ സ്റ്റഡി റേറ്റിൽ പോകണമെങ്കിലൊക്കെ അതിനൊക്കെ നമ്മൾ കൺട്രോൾ റോഡ്സാണ് യൂസ് ചെയ്യുക സ്റ്റഡി റേറ്റ് പോകാൻ. കാരണം അവർ എന്ത് ചെയ്യും, ന്യൂട്രോൺസിനെ അവർ അബ്സോർബ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ന്യൂട്രോൺസ് ഉണ്ടായാലും അവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും ഈ കൺട്രോൾ റോഡ്സ് വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റഡി റേറ്റിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കും. കൺട്രോൾ റോഡായിട്ട് ഉപയോഗിക്കുന്നത് കാഡ്മിയം, ലെഡ് ഒക്കെയാണ്. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ റിയാക്ടറിൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ നമുക്കിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം ഈ റിയാക്ഷൻ, പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി കണ്ടീഷൻ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ ഉപയോഗിക്കാം, കൺട്രോൾ റോഡ്സിനെ ഉപയോഗിക്കാം. പിന്നെ എങ്ങനെയാണ് കൺട്രോൾ റോഡ്സ് ഷട്ട് ചെയ്യുന്നത്, ഒരു റിയാക്ഷൻ എങ്ങനെയാണ് ഓഫാക്കുന്നത്, കെമിക്കൽ റിയാക്ഷൻ ന്യൂക്ലിയർ റിയാക്ഷൻ എങ്ങനെയാണ്, അതെന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു വാല്യൂ ഉണ്ട് കെ. ഈ കെ എന്ന് പറയുന്ന വാല്യൂ ഈക്വൽ ടു 1 ആവുമ്പോഴാണ് ഇത് നടന്നുകൊണ്ടിരിക്കുക, ഒരു സ്റ്റഡി റേറ്റിൽ പോയിട്ടിരിക്കുക. അപ്പം ഷട്ട് ഡൗൺ ചെയ്യുന്ന കൺട്രോൾ റോഡ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ക്യാൻ്റെ വാല്യൂ 1-ലേറെ കുറയും, ക്യാൻ്റെ വാല്യൂ 1-ലേറെ കുറയും. അപ്പോൾ എന്ത് ചെയ്യും, ഈ റിയാക്ഷൻ ഇങ്ങനെ കുറഞ്ഞ് വരും. അങ്ങനെ ന്യൂട്രോൺസിൻ്റെ എണ്ണം എന്ത് ചെയ്യും, ക്യാൻ്റെ വാല്യൂ ലെസ് 1 ആകുമ്പോൾ ന്യൂട്രോൺസിൻ്റെ എണ്ണം അങ്ങനെ കുറഞ്ഞു വരും. അങ്ങനെ റേറ്റ് ഓഫ് റിയാക്ഷൻ കുറയും. അങ്ങനെ അത് റിയാക്ഷൻ ഇങ്ങനെ സ്റ്റോപ്പായിട്ട് വരും. എപ്പോഴാണ് മെയിൻറ്റെയിൻ ചെയ്യുക റിയാക്ഷൻ, ക്യാൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ സ്റ്റഡി റേറ്റിൽ പോകാൻ ക്യാൻ്റെ വാല്യൂ എത്രയും ചോദിക്കാറുണ്ട്, 1 ആണ്. പിന്നെ മോഡറേറ്റർ ചോദിക്കാറുണ്ട്. മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ, ഹൈ വെലോസിറ്റിന്ന് ന്യൂട്രോൺസ്, നല്ല വെലോസിറ്റി പോകുന്ന ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ മോഡറേറ്റർ. മോഡറേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ്, വാട്ടർ, ഹെവി വാട്ടർ, D2O എന്ന് പറയുന്ന ഹെവി വാട്ടർ, ഡ്യൂറ്റീരിയം ഓക്സൈഡ്, പിന്നെ ഗ്രാഫൈറ്റ്, പിന്നെ ബെറീലിയം. നോട്ട് ചെയ്യണേ. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മോഡറേറ്റർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാവുന്നത് സ്ലോ ഡൗൺ ചെയ്യാൻ മെയിനായിട്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുള്ളൂ. പ്രോപ്പർട്ടീസ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കുറവാണ് കേട്ടോ, വളരെ കുറവാണ്. പിന്നെ D2 ആണ് ബെസ്റ്റ് മോഡറേറ്റർ. D2O മീൻസ് ഹെവി വാട്ടർ. പിന്നെ കൂളൻ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കൂളൻ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ റിയാക്ഷൻ നടക്കുമ്പം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ. ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഹീറ്റ് എന്ത് ചെയ്യണം, നല്ല ഈ റിയാക്ടറിൻ്റെ ഉള്ളിൽ നല്ല ഹീറ്റ് വന്നാൽ അത് അപകടമാണ്. അപ്പോൾ അത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൂളൻ്റ്. ഈ ഹീറ്റ് എന്ത് ചെയ്യും, വാട്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. വേറൊരു വെസലിൽ കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ടാകും, അതിലേക്കാണ് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ അത് ഈ വാട്ടർ പിന്നെ എന്തായിട്ട് മാറും, സ്റ്റീമായിട്ട് മാറും. അങ്ങനെ പിന്നെ ഈ ന്യൂക്ലിയർ റിയാക്ടറിലെ ടർബിനെ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും ഈ സ്റ്റീം ഉപയോഗിച്ചിട്ട്. കൂളൻ്റിൻ്റെ പ്രത്യേകത ലോ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ്, ലോ വിസ്കോസിറ്റി, നോൺ ടോക്സിസിറ്റി, നോൺ കെമിക്കൽ ആൻഡ് നോൺ കൊറോസീവ്നെസ്, കെമിക്കൽ ആൻഡ് റേഡിയേഷൻ സ്റ്റെബിലിറ്റി. ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ആരൊക്കെയെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. H2O, CO2, ഹീലിയം, മെർക്കുറി. മോസ്റ്റ്ലി യൂസ്ഡ് ഗ്യാസസ് കൂളൻ്റ് ആരെന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഷീൽഡിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ റേഡിയേഷൻ ഷീറ്റ്സ്. ഷീൽഡിങ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയർ റിയാക്ഷനിൽ നടക്കുന്നത് വലിയ വലിയ റിയാക്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അതിൽ വർക്ക് ചെയ്യുന്നവരെന്ത് ചെയ്യരുത്, ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ന്യൂക്ലിയർ റിയാക്ടറിന് ചുറ്റും ഒരു ഷീൽഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഷീൽഡിങ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പാർട്ടിക്കൽ ഫിസിക്സിലേക്ക് കിടക്കാം. പാർട്ടിക്കൽ ഫിസിക്സിൽ ഇത് പഠിക്കൽ നിർബന്ധമാണ്. സ്ട്രോങ്, ഇലക്ട്രോമാഗ്നറ്റിക്, വീക്ക്, ഗ്രാവിറ്റേഷണൽ, ഇത്രയും ഫോഴ്സസ് അറിയാലോ. ഇതിൽ സ്ട്രോങ് ഇൻറ്ററാക്ഷൻ എന്ന് പറയുമ്പം ഇവിടെ കോർക്സും ഹാഡ്രോൺസും ആണ് സ്ട്രോങ് ഇൻറ്ററാക്ഷനിൽ വരിക. കോർക്സിൽ കുറേ ബേസിക് യൂണിറ്റ്സ് ഉണ്ടാവും, അവർ ഒരുമിച്ച് നിർത്തുന്നതാണ് ഗ്ലൂഓൺസ്. അപ്പോൾ സ്ട്രോങ് ഫോഴ്സിന് മെയിനായിട്ട് സഹായിക്കുന്ന ആളാണ് ഗ്ലൂഓൺസ്. പിന്നെ ഹാഡ്രോൺസിലും സ്ട്രോങ് ഫോഴ്സ് ആണുള്ളത്. അതിലുള്ള സ്ട്രോങ് ഫോഴ്സ് കൊടുക്കുന്നത് മീസോൺസ് ആണ്, മെസോൺസ്. പിന്നെയോ ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ളതാണ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഇലക്ട്രോമാഗ്നറ്റിക് അഫക്റ്റ് ചെയ്യുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ്. അവിടെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുക, ഫോട്ടോൺസ് ആണ് എക്സ്ചേഞ്ച് ചെയ്യുക. ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഫോട്ടോൺസ് ആണ് എക്സ്ചേഞ്ച് ചെയ്യുക. പിന്നെ അടുത്തത്
ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് പഠിക്കണേ. പിന്നെ വീക്ക് ആയിട്ടുള്ളത് ആരെയിലേക്ക് കാണപ്പെടുക, വീക്ക് ഫോഴ്സ് ആരൊക്കെ എഫക്റ്റ് ചെയ്യുക, കോർക്കിനെ എഫക്റ്റ് ചെയ്യും, അതുപോലെ ലെപ്റ്റോൺസിനെ എഫക്റ്റ് ചെയ്യും. ഇൻ്റർമീഡിയറ്റ് ബോസോൺസ് ആണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യുക, പാർട്ടിക്കിളായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. പിന്നെ ഗ്രാവിറ്റേഷണൽ എല്ലാവരെയും എഫക്റ്റ് ചെയ്യും, ഗ്രാവിറ്റോൺസ് ആണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇത് മെയിനാണ് പഠിച്ച് പോവുക എക്സാമിന്. കുറേ തിയറി ക്വസ്റ്റ്യൻസ് വരുന്ന പാർട്ടാണ്, അതുകൊണ്ടാണ് പഠിച്ചു പോവുക എന്ന് പറയുന്നത്. എലമെൻ്ററി പാർട്ടിക്കിൾ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ബോസോൺസ്, ഫെർമിയോൺസ് പറഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്യുക. ബോസോൺസിൽ തന്നെ ആരൊക്കെയുണ്ട്? ഗോജ് ബോസോൺസ് ഉണ്ട്, മെസോൺസ് ഉണ്ട്. ഗോജ് ബോസോൺസ് പറഞ്ഞാൽ ഫോട്ടോൺസ്, ഗ്രാവിറ്റോൺ, ഗ്ലൂഓൺ, വീക്ക് ബോസോൺ. പിന്നെ മെസോൺസ് ആയിട്ട് പറയുമ്പോൾ പൈ മെസോൺ, ഈ കേൻ എന്താ പറയുക, കാപ്പ, പിന്നെ ഈറ്റ 0. പിന്നെ ലെപ്റ്റോൺസ് ഇലക്ട്രോണ്, ന്യൂട്രിനോ, ഇലക്ട്രോൺ ന്യൂട്രിനോ, പിന്നെ ടോ ന്യൂട്രിനോ, പിന്നെയോ മ്യൂ ന്യൂട്രിനോ, മ്യൂ ടോ ഒക്കെ വരും ലെപ്റ്റോൺസിൻ്റെ കേസിൽ. പിന്നെ ഫെർമിയോൺസ് വരുമ്പം അതിലെ ലെപ്റ്റോൺസും പിന്നെ ബാരിയോൺസ് ഉള്ളത്. ലെപ്റ്റോൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫെർമിയോൺസിൻ്റെ 2 ആൾക്കാരാണ് ലെപ്റ്റോൺസും ബാരിയോൺസും. ലെപ്റ്റോൺസിനെ കുറിച്ച് പറഞ്ഞു. ബാരിയോൺസിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെയും ബാരിയോൺസ് 2ആയിട്ട് തിരിയുന്നുണ്ട്, ന്യൂക്ലിയോൺസും ഹൈപ്പറോൺസും. ന്യൂക്ലിയോൺസ് ആണ് നമ്മൾ പറയുന്ന ന്യൂട്രോണും പ്രോട്ടോൺ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ന്യൂക്ലിയോൺസ്. അപ്പോൾ പഠിക്കാൻ സുഖമാണല്ലോ. പിന്നെ ഹൈപ്പറോൺസ് എന്ന് പറയുമ്പം ലാംഡ 0, സിഗ്മ, ഒമേഗ, ഇതൊരു ഒമേഗയാണ്, ഒമേഗ മൈനസ് ഹൈപ്പറോൺ, ഒമേഗ മൈനസും ഹൈപ്പറോൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ബോസോൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു, ബോസോൺസ് ഫെർമിയോൺസ് ആക്കിയിട്ടാണ് മാറ്റുക. ഇത് എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ നടന്നത്? അവരുടെ സ്പിന്നിൻ്റെ ബേസിലാണ്. ബോസോൺ എന്ന് പറയുമ്പം ഇൻ്റഗ്രൽ സ്പിന്നാണ്. അപ്പം നോക്കുക, ഫോട്ടോൺസ് എന്താണ്? നമ്മൾ രണ്ടാൾക്കാരെ കുറിച്ച് പറഞ്ഞു ബോസോൺസിൽ, ഒന്ന് ഗോജ് ബോസോൺസും മെസോൺസും. ഗോജ് ബോസോൺസ് എന്ന് പറയുമ്പോൾ ഫോട്ടോൺസ് വരും. ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ മാസ്ലെസ് ആണ്, അവരുടെ സ്പിന്ന് 1 ആണ്. അവരെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇത് നോട്ട് ചെയ്യുക കേട്ടോ. ഗ്രാവിറ്റോണ് മാസ്ലെസ് ആണ്, സ്പിന്ന് 2 ആണ്, ഫീൽഡ് ഓഫ് ഗ്രാവിറ്റിയാണ് അവരെ എഫക്റ്റ് ചെയ്യുക. പിന്നെ ഗ്ലൂഓൺസ് എന്ന് പറഞ്ഞാൽ മാസ്ലെസ് ആണ്, സ്പിന്ന് 1 ആണ്, സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ് ഗ്ലൂഓൺസിനെ എഫക്റ്റ് ചെയ്യുക. ഗ്ലൂഓൺസിനെ എന്താ എഫക്റ്റ് ചെയ്യുക? സ്ട്രോങ് ഇൻട്രാക്ഷനിലുള്ള മെയിൻ ആൾ ആരാന്ന് ചോദിച്ചാൽ ആരാ വരിക? ഗ്ലൂഓൺസ് ആണ്. പിന്നെ വീക്ക് ബോസോൺ, വീക്ക് ഇൻട്രാക്ഷൻ, പേരിൽ തന്നെ ഉണ്ട്, വീക്ക് ഇൻട്രാക്ഷൻ ആണ് അവയെ എഫക്റ്റ് ചെയ്യുക. ഹെവി വെക്റ്റർ ബോസോൺസ് ആണ് വീക്ക് ബോസോൺസ്. അവയുടെ വീക്ക് ബോസോൺസിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, W+W0 അവരുടെ സ്പിന്ന് 1 ആണ്. പിന്നെ മെസോൺസിൻ്റെ സ്പിൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ബോസോൺസിൽ സ്പിൻ 0 ഉള്ള ആൾക്കാരാണ് എന്ത്? മെസോൺസ്. മെസോൺസ്, പയ്യന് പൈ പ്ലസ്, പൈ മൈനസ്, പൈ 0 ഉണ്ട്. പിന്നെ കാപ്പ 0, കാപ്പ പ്ലസ് ഉണ്ട്. പിന്നെ ഈറ്റ 0. ഇതാണ് മെസോൺസിൻ്റെ സ്പിൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലെപ്റ്റോൺസ്. ഫെർമിയോൺസ് നമ്മൾ പറഞ്ഞു 2ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്, ലെപ്റ്റോൺസും ബാരിയോൺസും. ലെപ്റ്റോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും? ഹാഫ് ഇൻ്റഗ്രൽ സ്പിൻ ആയിരിക്കും. അവയെ നമ്മൾ ലൈറ്റ് പാർട്ടിക്കിൾസ് എന്നും പറയും. അവയിൽ വരുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞു, ഇലക്ട്രോണ്, പോസിട്രോണ്, ഇതിൻ്റെ എല്ലാ ആൾക്കാരും. ഇലക്ട്രോണ്, പോസിട്രോണ്, പിന്നെ അതുപോലെ ന്യൂട്രിനോ ആൻഡ് ആൻറ്റി ന്യൂട്രിനോ. അതിൽ അവയുടെ സ്പിന്ന് ഹാഫാണ്, എല്ലാവരുടെ സ്പിന്നും ഹാഫാണ് ലെപ്റ്റോൺസിൻ്റെ കേട്ടോ. ഒക്കെ പഠിക്കണേ, കാരണം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ടോൻ്റെത് ടോ പ്ലസ്, ടോ മൈനസ്, പിന്നെ ന്യൂട്രിനോ ടോ പ്ലസ്, ടോ മൈനസ്, മ്യൂ അതുപോലെ തന്നെ. ഓക്കെ, നെക്സ്റ്റ് ഫെർമിയോൺസിൽ വരുന്ന ആളാണ് ബാരിയോൺസ്. ലെപ്റ്റോൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ബാരിയോൺസിനും ഹാഫ് ഇൻ്റഗ്രൽ സ്പിന്നാണ്. അപ്പോൾ ഫെർമിയോൺസും ബോസോൺസും തമ്മിൽ വ്യത്യാസം എന്താ? എന്ത് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എങ്ങനെ 2 തിരിച്ചത്? എന്ത് വെച്ചിട്ടാ? ഇവർ ബോസോൺസിന് ഇൻ്റഗ്രൽ സ്പിന്നായിരിക്കും, ഇവിടെ ഹാഫ് ഇൻ്റഗ്രൽ സ്പിന്നായിരിക്കും. അത് ആലോചിക്കട്ടോ. പിന്നെ മെസോൺസിന് സ്പിന്ന് എപ്പോഴും 0 ആയിരിക്കും, ഇവിടെ ഓരോരുത്തർക്കും മാറ്റമുണ്ട്. പിന്നെ ലെപ്റ്റോൺസിൻ്റെ കേസിൽ അവരുടെ സ്പിന്ന് ഹാഫ് ആയിരിക്കും. ഇനി ബാരിയോൺസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബാരിയോൺസ് എന്ന് പറയുമ്പോൾ 2 തിരിച്ചു, ന്യൂക്ലിയോൺസ് ആൻഡ് ഹൈപ്പറോൺസ്. ന്യൂക്ലിയോൺസിൽ ന്യൂട്രോണും പ്രോട്ടോണും അവരുടെ സ്പിന്ന് ഹാഫാണ്. ഹൈപ്പറോൺസിൻ്റെ സ്പിന്നും ഫസ്റ്റത്തെ 3 ഹാഫാണ്.
ലാസ്റ്റത്തെ ഒമേഗ മൈനസ് മാത്രം എന്താണ്, സ്പിന്ന് 3/2 ആണ്. നോട്ട് ചെയ്യട്ടോ. പിന്നെ ഈ ഫെർമിയോൺസിൽ ഫെർമിയോൺസിൻ്റെ ന്യൂക്ലിയോണും ഹൈപ്പറോണും ബോസോണിലെ മീസോണും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഹെവി പാർട്ടിക്കിൾസ് അല്ല ഹാഡ്രോൺസ് എന്ന് വിളിക്കാറ്. ഹാഡ്രോൺസ് പറഞ്ഞാൽ അർത്ഥം ഹെവി പാർട്ടിക്കിൾസ് എന്നാണ്. അത് ആരൊക്കെയാണ്? ഈ ഫെർമിയോൺസിലെ ബാരിയോൺസും അതുപോലെ ഫെർമിയോൺസിലെ ബാരിയോൺസും ബോസോണിലെ മെസോൺസും മെസോൺസും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഹാഡ്രോൺസിന് ലഭിക്കുന്നത്. ഹാഡ്രോൺസിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് കോർക്കാണ്. നോട്ട് ചെയ്യട്ടോ. ഹാഡ്രോൺസിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് കോർക്കാണ്. പിന്നെ നമ്മൾ റിയാക്ഷൻ നടക്കോ ഇല്ലയെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ ന്യൂക്ലിയർ റിയാക്ഷൻ പോസിബിൾ ആണോ, നേച്ചർ ഓർ നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടെത്താനുള്ള ലോസ് ആണ് ഇതൊക്കെ. അവിടെ ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആണോ, ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആണോ, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണോ, ചാർജ് കൺസേർവ്ഡ് ആണോ, ലെപ്റ്റോൺ നമ്പർ കൺസേർവ്ഡ് ആണോ, ബാരിയർ നമ്പർ കൺസേർവ്ഡ് ആണോ, സ്ട്രേഞ്ച്നെസ് കൺസേർവ്ഡ് ആണോ, ഐസോപ്പിൻ കൺസേർവ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ ആ റിയാക്ഷൻ നടക്കോ ഇല്ലെന്ന് നോക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്ന കണ്ടോ, ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ ഒരു എനർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. ഇതെങ്ങനെ വന്നതാ? ആംഗുലാർ മൊമെന്റം കൺസർവേഷനിലൂടെയാണ് ഈ ഒരു വാല്യൂ വരുന്നത്. അതുപോലെ ടോട്ടൽ എനർജിയിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ ടോട്ടൽ എനർജി എടുക്കുമ്പം രണ്ട് സൈഡും ഈക്വൽ ആവുന്നില്ല. ഇത്രയും പൈൻ്റെ മാസ് നമ്മൾ റെസ്റ്റ് എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് K0ൻ്റെ റെസ്റ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഈക്വൽ ആവുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു π0 ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്കത് ഈക്വൽ ആയി. അപ്പോൾ അതിനർത്ഥം ഫസ്റ്റത്തെ റിയാക്ഷൻ ഫോർവേഡ് ആണ്, രണ്ടാമത്തെ റിയാക്ഷൻ അലൗഡ് ആണ് എന്നാണ്. പിന്നെ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇലക്ട്രോണും ആൻറ്റി ഇലക്ട്രോണും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോണും ആൻറ്റി ഇലക്ട്രോണും ഇതല്ല കേട്ടോ, ഇലക്ട്രോണും ആൻറ്റി ഇലക്ട്രോണും ഡീകേ ചെയ്യില്ല. കാരണം അവർ സ്റ്റേബിൾ ആണെന്നാണ് നമ്മൾ പറയുക. കാരണം എന്താ, അവരുടെ ചാർജ് കൺസർവേഷൻ അവിടെ ഒബേ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അതൊന്നുകൂടി ക്ലാരിഫൈ ചെയ്യാണ്ട് ഞാൻ ആ ഒരു വേർഡ് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ, എക്സാമ്പിൾ വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ലെപ്റ്റോൺ നമ്പർ. ഈ ലെപ്റ്റോൺ പറയുന്ന കുറച്ച് പാർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചില്ല. ആരൊക്കെയായിരുന്നു ലെപ്റ്റോൺസ്? ഇലക്ട്രോണിൻ്റെ എല്ലാ ആൾക്കാരും, ടോൻ്റെ എല്ലാ ആൾക്കാരും, മ്യൂൻ്റെ എല്ലാ ആൾക്കാരും, അതുപോലെ ന്യൂട്രിനോകളും. അവരുടെ ലെപ്റ്റോൺസിന് എപ്പോഴും ലെപ്റ്റോൺ നമ്പർ 1 ആയിരിക്കും. ആൻറ്റി ലെപ്റ്റോൺസിന് -1 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ലെപ്റ്റോൺ ആയവർക്ക് മാത്രമേ നമ്പർ 1ഉം ആൻറ്റി ലെപ്റ്റോൺസിൻ്റെ നമ്പർ -1, ബാക്കി എല്ലാവർക്കും 0 ആയിരിക്കും എന്നുള്ളത് നോക്കുക. പിന്നെ ബാരിയർ, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ പറഞ്ഞിട്ടുണ്ട് ലെപ്റ്റോൺ ഇലക്ട്രോൺ ന്യൂട്രിനോ, ടോ മൈനസ് ടോ ന്യൂട്രിനോ, മ്യൂ മൈനസ് മ്യൂ ന്യൂട്രിനോ, ഇവരൊക്കെ എന്താണ്, ലെപ്റ്റോൺ നമ്പർ 1 ആണ്. ഇനി ആൻറ്റി ഇലക്ട്രോൺ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോസിട്രോൺ, പിന്നെ ആൻറ്റി ന്യൂട്രിനോ, ടോ പ്ലസ്, ടോ മ്യൂട്ടോ ബാറ്, മ്യൂ പ്ലസ്, മ്യൂട്ടോ, ഇതൊക്കെ എന്താണ്, ആൻറ്റി ലെപ്റ്റോൺസ് ആണ് കേട്ടോ. ആൻറ്റി ലെപ്റ്റോൺസ് ഇവരുടെ നമ്പർ എന്തായിരിക്കും, -1 ആയിരിക്കും. പഠിച്ചിട്ട് പോവുക. കൺസർവേഷൻ ഓഫ് ബാരിയോൺ നമ്പർ പിന്നെ നോട്ട് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഓക്കെ, ബാരിയോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ബാരിയോൺസിന് എപ്പോഴും ബാരിയോൺ നമ്പർ 1 ആയിരിക്കും, അല്ലാത്തവർക്ക് 0 ആയിരിക്കും. ആൻറ്റി ബാരിയോൺസിന് -1 ആയിരിക്കും. അപ്പം ബാരിയോൺസിൽ നമുക്കറിയാം രണ്ടാൾക്കാരാ, ന്യൂക്ലിയോൺസും ഹൈപ്പറോൺസും. ന്യൂക്ലിയോൺസ് കണ്ടോ, ഹൈപ്പറോൺസ് കണ്ടോ, ഇവയ്ക്കൊക്കെ ബാരിയോൺ നമ്പർ 1 ആയിരിക്കും. ആൻറ്റി ന്യൂക്ലിയോൺസിനോ അതുപോലെ ആൻറ്റി ഹൈപ്പറോൺസിന് ബാരിയോൺ നമ്പർ -1 ആയിരിക്കും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഇവയ്ക്ക് ആവശ്യമുള്ളത് കേട്ടോ. ഇവിടെ ബാരിയർ നമ്പർ നോക്കിയാൽ മതി. ഇത് ഫോർബിഡൻ ആണോ അലൗഡ് ആണോ എന്ന് എങ്ങനെ അറിയാം? ഇത് ഫോർബിഡൻ ആണോ അലൗഡ് ആണോ? λ0 എന്ന് പറയുന്നത് എന്താണ്, ബാരിയോൺ ആണ് അല്ലേ λ0 ബാരിയോൺ ആണ്. അപ്പോൾ അതിന് ബാരിയോൺ നമ്പർ 1 ഉണ്ട്. പിന്നെ ഇവിടെ P
പി പ്ലസ് പ്രോട്ടോൺ പ്ലസ് എന്ന് പറയുമ്പോൾ ആൻറ്റി ബാരിയോൺ ആണ്, -1 വരും. പ്ലസ് പൈ മൈനസ് എന്ന് പറയുമ്പോൾ പൈ ഏതിലാ? ബാരിയോൺ ആണോ പൈ? അല്ല. പൈ ഏതിലാണോ വരിക? ബോസോൺ മെസോണിൻ്റെ ആളാണ്, അവർക്ക് 0 ആയിരിക്കും ബാരിയോൺ നമ്പർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇവിടെ ലാംഡ 0 എന്നല്ല കേട്ടോടാ, അവിടെ ലാംഡ 0 ബാർ എന്നാണ്, ഇവിടെ ബാറിൻ്റെ. ഇനി ഇവിടെ നോക്കുക, അപ്പോൾ ബാർ വരുമ്പോൾ അവിടെ മൈനസ് വരും, മൈനസും ആണ്, അപ്പുറം കൺസേർവ്ഡ് ആണ്. ഇനി ഇവിടുത്തെ കേസിൽ നോക്കിയേ 1 ഇവിടെയും ബാർ കൊടുക്കണേ, -1 പി മൈനസ് പ്രോട്ടോൺ മൈനസ്. ഒന്നുകൂടെ പറയാം, ബാരിയോൺ നമ്പർ കൺസർവേഷൻ ആണ് പറയുന്നത്. ലാംഡ 0 വെച്ച് തന്നെ ചെയ്യാം. ലാംഡ 0 പി പ്ലസ് പൈ മൈനസ്. പൈ എന്ന് പറയുന്നത് ആരാന്ന് അറിയാലോ, ബോസോൺ ആണ്, ബാരിയോൺ അല്ല. സോ ഇതിന് 0 ആയിരിക്കും. ഇപ്പം ഇവർ രണ്ടുപേരെ നോക്കിയാൽ മതി. ലാംഡ 0 എന്ന് പറയുന്നത് എന്താണ്? ബാരിയോൺ ആണ്. സോ 1. പി പ്ലസും ബാരിയോൺ ആണ് അല്ലേ? ബാരിയോൺ അല്ലേ പി പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ 0, രണ്ട് സൈഡും 1 അലൗഡ് ആണ്. രണ്ടാമത്തെ നോക്കാം. ലാംഡ 0 1 ആണ്. പി മൈനസ് ബാരിയോൺ ഏതാ? ആൻറ്റി ബാരിയോൺ -1 ആണ്. പ്ലസ് 0 1 -1 അപ്പുറം വന്ന്. അപ്പോൾ ഇതെന്താണ്? കൺസേർവ്ഡ് അല്ല. സോ ഇറ്റ് ഈസ് ഫോർബിഡൻ. ഇങ്ങനെയാണ് നോക്കുക കേട്ടോ. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രോൺ ഗീവ്സ് പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ആൻറ്റി ന്യൂട്രിനോ. അത് ഓക്കെ ആണോ അല്ലേ നോക്കി ആ റിയാക്ഷൻ. അവിടെ നമ്മൾ ലെപ്റ്റോണും ബാരിയോണും നോക്കുകയാണ് കേട്ടോ, കൺസേർവ്ഡ് ആണോ എന്ന്. ലെപ്റ്റോൺ നമ്പർ നോക്കുമ്പോൾ ന്യൂട്രോൺ ബാരിയോൺ ആണ്. സോ അതിന് 1. ലെപ്റ്റോൺ നമ്പർ നോക്കല്ലോ ആദ്യം. ലെപ്റ്റോൺ നമ്പർ നോക്കുമ്പോൾ 0, ബാരിയോൺ ആയതുകൊണ്ട് 0. പിന്നെ ഇവിടെയും പ്രോട്ടോൺ ബാരിയോൺ ആണ്. സോ ലെപ്റ്റോൺ നമ്പർ 0. പ്ലസ് ഇലക്ട്രോൺ ഈസ് എ ലെപ്റ്റോൺ. സോ ഇറ്റ് ഈസ് 1. പ്ലസ് ആൻറ്റി ന്യൂട്രിനോ ആയതുകൊണ്ട് ലെപ്റ്റോൺ തന്നെയാണ്. സോ -1. 1 - 1 0. അപ്പോൾ ടോട്ടൽ 0. ആരോ മാർക്കിന് അപ്പുറം 0 കിട്ടി. സോ ഇറ്റ് ഈസ് ഓക്കെ. ലെപ്റ്റോൺ നമ്പർ ഓക്കെ ആണ്. ഇനി ബാരിയോൺ നമ്പർ നോക്കിയേ. ബാരിയോൺ നമ്പർ ന്യൂട്രോണിൻ്റെ ബാരിയോൺ നമ്പർ എത്രയാ? 1. ഗിവ്സ് പ്രോട്ടോണിൻ്റെ ബാരിയോൺ നമ്പർ 1. പ്ലസ് പി പ്ലസ് ശരിക്കും ഈ എൻ എന്നൊക്കെ വെറുതെ ചെയ്ത് പ്ലസ് ആക്കി കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. പിന്നെ 1 പ്ലസ് ഇലക്ട്രോണ് ബാരിയോൺ അല്ല ലെപ്റ്റോൺ ആണ്. സോ ബാരിയോൺ നമ്പർ 0. ആൻറ്റി ന്യൂട്രിനോ 0. 1 എന്ന് കിട്ടി. ക്ലിയർ? അപ്പം രണ്ട് സൈഡും ഓക്കെ ആണ്. സോ ബാരിയോൺ നമ്പർ കൺസേർവ്ഡ് ആണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് സ്ട്രേഞ്ച്നെസ് എന്ന് പറഞ്ഞാൽ ഹാഡ്രോൺസിനാണ് സ്ട്രേഞ്ച്നെസ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു ഹാഡ്രോൺസിനാണ് സ്ട്രേഞ്ച്നെസ് ഉണ്ടാവുക നമ്പർ. ഹാഡ്രോൺസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു? ബാരിയോൺസും മെസോൺസും അല്ലേ? ബാരിയോൺസും മെസോൺസ്. ബാരിയോൺസ് ന്യൂക്ലിയോൺസും ഹൈപ്പറോൺസും ഉണ്ട്. പിന്നെ മെസോൺസ് പൈയും കെയും. ക്ലിയർ? അപ്പോൾ സ്ട്രേഞ്ച്നെസ് ഈ പാർട്ടിക്കിൾസിന് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിച്ച ഈ പാർട്ടിക്കിൾസിനൊക്കെ ഹൈഡ്രോൺസ് ആയതുകൊണ്ട് അവരുടെ സ്ട്രേഞ്ച്നെസ് തന്നിട്ടുണ്ട്. ന്യൂട്രോണും പ്രോട്ടോണും 0 ആണ് സ്ട്രേഞ്ച്നെസ്. ഹൈപ്പറോൺസിൽ ഫസ്റ്റത്തെ 2 പേർക്ക് -1, രണ്ടാമത്തെ ആൾക്ക് -2, മൂന്നാമത്തെ ആൾക്ക് -3. മെസോൺസിൽ പൈന് 0 ആണ് സ്ട്രേഞ്ച്നെസ്. കേക്ക് 1 ആണ്. ഇനി ഇവരുടെ ആൻറ്റി പാർട്ടിക്കിൾസ് തരുന്നതെന്നുണ്ടെങ്കിൽ നേരെ ഇതിൻ്റെ നേരെ ഇവർക്ക് തന്ന വാല്യൂസിന് നേരെ നെഗറ്റീവ് എടുക്കുക, ഓപ്പോസിറ്റ് വാല്യൂ എടുക്കുക. ഓക്കെ. നെക്സ്റ്റ് ഒരു റിയാക്ഷൻ അലൗഡ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ ഈ 3 ആൾക്കാരെങ്കിലും നോക്കുക. മിനിമം ഈ 3 ആൾക്കാരെ നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എക്സാം എല്ലാം കൂടി ചെയ്യാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ ലെപ്റ്റോണും ബാരിയോണും സ്ട്രേഞ്ച്നെസ്സും നോക്കുക. പിന്നെ ഐസോപ്പിൻ കൺസർവേഷൻ നോക്കാറുണ്ട്. എന്താ ഐസോപ്പിൻ എന്ന് പറഞ്ഞാൽ അറിയോ? ഐസോപ്പിൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾസിന് സെയിം
പാർട്ടിക്കിൾസിന് സെയിം മാസും പ്രോപ്പർട്ടീസും ഉള്ള ആൾക്കാരാണ് ബാരിയോൺസ്. ഐസോപ്പിന് മൾട്ടിപ്ലിസിറ്റി m = 2i+1 എന്നാണ് പറയാറ്. പയോൺസിൻ്റെ നോക്കുകയാണെങ്കിൽ അവരുടെ ഐസോപ്പിന് 1 ആണ്. അപ്പോൾ അവരുടെ മൾട്ടിപ്ലിസിറ്റി ഏതായിരിക്കും? 2 അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ 1 ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെയാണെന്ന് അറിയോ? സെയിം മാസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഉള്ള ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഐസോപ്പിൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്, അറിയാലോ. അപ്പം ഇവിടുത്തെ കേസിൽ നോക്കാം, പൈൻ്റെ കേസിൽ നോക്കാം. പൈ എത്ര ആൾക്കാരുണ്ടാ? 3 അല്ലേ? 3 ആള്. സോ മൾട്ടിപ്ലിസിറ്റി 3, അതിന് ഐസോപ്പിൻ കിട്ടും. എം എന്ന് പറഞ്ഞാൽ 2i+1 ആണ്. അപ്പോൾ m-1/2 ചെയ്താൽ മതി. എം എത്രയാണ്? 3. 3 - 1/2 ദാറ്റ് ഈസ് 2/2. ഐസോപ്പിൻ 1 എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഹൈപ്പർ ചാർജ്. ഹൈപ്പർ ചാർജ് എന്ന് പറഞ്ഞാൽ പിന്നെ ഐസോപ്പിന് കൺസേർവ് ചെയ്യുക സ്ട്രോങ് ഇൻട്രാക്ഷനിലാണ്. ഇലക്ട്രോമാഗ്നറ്റിക് റിയാക്ഷനിൽ ഐസോപ്പിന് കൺസേർവ് ആവില്ല. ആ പോയിന്റും കൂടെ നോട്ട് ചെയ്യുക. തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, എടുത്ത് പറയുന്നത് കേട്ടോ. അടുത്തത് ഹൈപ്പർ ചാർജ്. ഹൈപ്പർ ചാർജ് എന്ന് പറഞ്ഞാൽ വീക്ക് ഇൻറ്ററാക്ഷനിൽ വയലേറ്റ് ചെയ്യുന്നതാണ് ഹൈപ്പർ ചാർജ്. വീക്ക് ഇൻറ്ററാക്ഷനിൽ വയലേറ്റ് ചെയ്യുന്നതാണ് ഹൈപ്പർ ചാർജ്. വയലേറ്റ് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യില്ല, അത് അലോ ചെയ്യുന്നില്ല. ഹൈപ്പർ ചാർജ് y ആണ്. y എന്ന് ഹൈപ്പർ ചാർജ് എന്ന് പറഞ്ഞാൽ ബാരിയോൺ നമ്പർ പ്ലസ് സ്ട്രേഞ്ച്നെസ് ആണ് ഹൈപ്പർ ചാർജ് എന്ന് പറയുന്നത്. ചാർജ് കാണാനുള്ള ഒരു ഇക്വേഷനാണ് സ്ട്രേഞ്ച്നെസ് അല്ലെ ഹൈപ്പർ ചാർജ് ബൈ 2 പ്ലസ് ഐസോപ്പിൻ എന്ന് പറയുന്നത്. ഈ y എന്ന് പറഞ്ഞാൽ ശരിക്കും b+s/2 പ്ലസ് i3. ഓക്കെ, നെക്സ്റ്റ് കോർക്ക്. നമ്മൾ പറഞ്ഞു ഹാഡ്രോൺസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് കോർക്ക്. കോർക്കിൽ അപ്പ്, ചാമ്, ടോപ്പ്, ഡൗണ്, സ്ട്രേഞ്ച്, ബോട്ടം, ഇങ്ങനെയുള്ള 6 കോർക്കാണുള്ളത്. അവരുടെ സ്പിന്ന് തന്നിട്ടുണ്ട് +2/3 +1/3 +2/3 -1/3 പിന്നെ 2/3 -1/3. ഇതിൽ നോക്കിയേ സ്ട്രേഞ്ച്നെസ്. ഓക്കെ, സ്ട്രേഞ്ചിനാണ് സ്ട്രേഞ്ച്നെസ് ഉള്ള, ബാക്കി എല്ലാത്തിനും സ്ട്രേഞ്ച്നെസ് 0 ആണ്. കോർക്ക് സ്ട്രേഞ്ച്നെസ് 1 ഉള്ളത് സ്ട്രേഞ്ച് എന്ന് പറയുന്ന കോർക്കിനാണ്. പിന്നെ ഇതിൽ അപ്പിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക U, ഡൗണിന് D, ചാമിന് C, സ്ട്രേഞ്ചിന് S, ടോപ്പിന് T, ബോട്ടമിന് B. മെസോൺസ് നമ്മൾ പറഞ്ഞില്ല. മെസോൺസിന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കോർക്കും ഒരു ആൻറ്റി കോർക്കും വെച്ചിട്ടാണ്. ഇപ്പോൾ U വെച്ചിട്ടാണെങ്കിൽ യുവും U-ബാറും ഇങ്ങനെ ഒരു മെസോൺസ്. ഈ ബാരിയോൺസിലാവുമ്പോൾ 3 കോർക്ക് വരും. സപ്പോസ് UUD ഇതൊരു ബാരിയോൺ ആണ്. അപ്പോൾ 3 കോർക്ക് വന്നാൽ അത് ബാരിയോൺ, 2 കോർക്ക് വന്നാൽ മെസോൺസ്. 2 കോർക്കല്ല, ഒരു കോർക്കും ഒരു ആൻറ്റി കോർക്കും വന്നാൽ മെസോൺസ്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. π+ ഉണ്ടാക്കിയിട്ടുള്ളത് UD ആണ്. UD. ഓക്കെ, അവരുടെ ചാർജ് യുവിൻ്റെ ചാർജ് ഇവിടെ തന്നിട്ടുണ്ട് 2/3. ഇത് ചാർജാണ്, സ്പിൻ എന്നാണ് നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇത് ചാർജാണ് കേട്ടോ. അപ്പോൾ ചാർജ് കൺസർവേഷൻ നടക്കുന്നുണ്ടോ എന്ന് അതിൽ നോക്കാൻ പറ്റും കോർക്കിൽ. ഓക്കെ, പിന്നെ സ്പിന്ന് അപ്പ് പറയുമ്പോൾ അപ്പും ഡൗണും, ചാമും സ്ട്രേഞ്ചും. ഓക്കെ, ഇവിടെ അപ്പിന് മുകളിലോട്ടാണ്, ചാമ് മുകളിലോട്ടാണ്, ടോപ്പ് മുകളിലോട്ടാണ്, ഡൗൺ താഴോട്ടാണ് സ്പിൻ ഉണ്ടാവുക, സ്ട്രേഞ്ച് താഴോട്ടാണ്, ബോട്ടമും താഴോട്ടാണ്. ഓക്കെ, പിന്നെ കോർക്കിനും 6 കോണ്ടന്റ് നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. കോർക്കിനും ആൻറ്റി കോർക്കിനും കൂടെ. ഓക്കെ, കോർക്കിന് 3 കോണ്ടന്റ് നമ്പറും ആൻറ്റി കോർക്കിന് 3 കോണ്ടന്റ്. ഏതൊക്കെയാ? കോർക്കിന് 3 കോണ്ടന്റ് നമ്പർ 3 കളേഴ്സിലാണ്, റെഡ്, ബ്ലൂ, ഗ്രീൻ. ആൻറ്റി കോർക്ക് -റെഡ്, -ബ്ലൂ, -ഗ്രീൻ. അതുകൂടെ നോട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് ഇവിടെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ പ്രോസസ്സ് തന്നിട്ടുണ്ട്. P+ ഇലക്ട്രോൺ, പ്രോട്ടോൺ + ഇലക്ട്രോൺ ഗീസ് ന്യൂട്രോൺ + ന്യൂട്രിനോ. ഇത് എന്ത് റിയാക്ഷനാണ്? ബീറ്റ ഡിക്കാണോ, പോസിട്രോൺ ആണോ, ഇലക്ട്രോൺ ക്യാപ്ചർ ആണോ, നോട്ട് ആൻഡ് അലൗഡ് 1 ആണോ? ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇലക്ട്രോൺ ക്യാപ്ചർ ആണ്. പ്രോട്ടോൺ ഇലക്ട്രോണെ ക്യാപ്ചർ ചെയ്യാണ്. സോ ഇറ്റ് ഈസ് എൻ ഇലക്ട്രോൺ ക്യാപ്ചർ. β-ഡിക്ക് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. β+ഡിക്കും ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. പോസിറ്റീവ് β+ പറഞ്ഞാൽ പോസിട്രോൺ ഡിക്കാണ്. അപ്പോൾ ഇതിൽ β-ഡിക്കാണ് നമ്മൾ സാധാരണ ബീറ്റ ഡിക്ക് എന്ന് പറയാറ്. ഇവിടെ ആലോചിക്കേണ്ടത്
ഇവിടെ ഇലക്ട്രോൺ ആണ് വന്നതെങ്കിൽ ഇവിടെ ആന്റി ന്യൂട്രീനോ ആണ് വരിക. പിന്നെ പോസിട്രോൺ ആണ് വരുന്നതെങ്കിൽ ന്യൂട്രിനോ ആണ് വരിക. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രേഞ്ച്നെസ് നമ്പേഴ്സ് ഓഫ് അപ്പ് ആൻഡ് ഡൗൺ കോർക്ക് ആർ. അപ്പ് ആൻഡ് ഡൗൺ കോർക്കിന്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ ആണ് ചോദിച്ചത്. നമ്മൾ സ്ട്രേഞ്ച്നെസ് നമ്പർ അറിയാലോ, അപ്പ് ആൻഡ് ഡൗൺ കോർക്കാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കാ സ്ട്രേഞ്ച് എന്ന് പറയുന്ന കോർക്കിന് മാത്രമേ എന്തുള്ളൂ, സ്ട്രേഞ്ച് എന്ന് പറയുന്ന കോർക്കിന് മാത്രമേ സ്ട്രേഞ്ച്നെസ് ഉള്ളൂ. അതിന് S=1. ബാക്കി എല്ലാവർക്കും കോർക്കിനും 0 ആണ്. സോ ഇവിടെ 0 വാല്യൂ ഉണ്ടോ നോക്കിയാൽ മതി. 0 ഉണ്ട്. 0 ഫോർ അപ്പ് ആൻഡ് 0 ഫോർ ഡൗൺ. അതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ചാർജ് ഓഫ് അപ്പ് കോർക്ക്. അപ്പ് കോർക്കിന്റെ ചാർജ് ഓർമ്മയുണ്ടോ? 3E + 3E by 2E/3 അല്ലടാ, 2E/3. പോസിറ്റീവ് ആണ്, നെഗറ്റീവ് അല്ല കേട്ടോ. ഒക്കെ പഠിച്ചു പോകണം. അതേ மாதிரி തിയറി ക്വസ്റ്റ്യൻ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് പാർട്ടിക്കൽ ഫിസിക്സ്. ഫോർ എൻ ഇലക്ട്രോൺ ലെപ്റ്റോ നമ്പർ. ഇലക്ട്രോണ് ലെപ്റ്റോ നമ്പർ എത്രയാണെന്നാണ് ചോദ്യം. ഇലക്ട്രോണ് ലെപ്റ്റോ നമ്പർ എത്രയാണ്? ഇലക്ട്രോൺ ആണ് ലെപ്റ്റോ നമ്പർ 1. ഇലക്ട്രോണ് ലെപ്റ്റോ നമ്പർ 1. നെക്സ്റ്റ് റേഡിയസ് ഓഫ് കോപ്പർ തന്നിട്ടുണ്ട്. അത് മെഷർ ചെയ്തത് 4.8 ആണ്. റേഡിയസ് ഓഫ് മാഗ്നീഷ്യം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കോപ്പർ തന്നിട്ടുണ്ട്, മാഗ്നീഷ്യത്തിനാണ് കാണാൻ പറഞ്ഞത്. അപ്പം നമുക്കറിയാം റേഡിയസും മാസും തമ്മിൽ ഉള്ള ഒരു റിലേഷൻ അല്ലേ. റേഡിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ റേഡിയസ് R=R0a⁻³ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കോപ്പറിനത് 4.8 ആണെന്ന്. RU ഓഫ് കോപ്പർ ഈസ് 4.8 femtometer. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് മാഗ്നീഷ്യം ആണ് ചോദിച്ചിട്ടുള്ളത്. അവരുടെ മാസ് നോക്കുക. കോപ്പറിന് 64ഉം മാഗ്നീഷ്യത്തിന് 27ഉം ആണ്. അപ്പം അത് വെച്ചിട്ട് ചെയ്യാം. ആർ മാഗ്നീഷ്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് R0a⁻³ എത്രയാ? 27 1/3. കോപ്പർ ആണെങ്കിൽ കോപ്പർ R0 കോപ്പറിൻ്റെത് 64 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ പോരെ, കിട്ടൂലേ? R0 ക്യാൻസൽ ചെയ്യും. സോ RCU/Rmg = 64/27 അങ്ങനെയല്ലേ ചെയ്യാം. അപ്പോൾ ആൻസർ എത്ര കിട്ടൂടാ? RCU ഇത് 4. റൂട്ട് എടുക്കുമ്പം 64ൻ്റെ റൂട്ട് എടുത്താൽ നമുക്ക് ക്യൂബ് റൂട്ട് എടുത്താൽ 64ൻ്റെ ക്യൂബ് റൂട്ട്, അതുപോലെ 27ൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ പോരെ. അപ്പോൾ എത്ര കിട്ടും? 64ൻ്റെ ക്യൂബ് റൂട്ട് 4, 27 ക്യൂബ് റൂട്ട് എത്രയാണ്? 3 അല്ലേ? ഇങ്ങനെ നോക്കിയാൽ മതി. 3 × 3 × 3 അല്ലേ 27. അപ്പോൾ 3 ആണ് ക്യൂബ് റൂട്ട് 27. 4ൻ്റെ ക്യൂബ് റൂട്ടാണ് ഇങ്ങനെ 64 ആയത്. 4 × 4 × 4 ചെയ്തപ്പോഴാണ് നമുക്ക് 64 കിട്ടി. ഓക്കെ, ആ 4/3 എന്ന് കിട്ടും. ക്ലിയർ? സോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റും. R ഓഫ് മാഗ്നീഷ്യം ആണ് കാണേണ്ടത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? 3 R ഓഫ് മാഗ്നീഷ്യം. അപ്പോൾ മാഗ്നീഷ്യം അങ്ങോട്ട് കൊണ്ടുപോകാം, ബാക്കിയുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. 3/4 × R ഓഫ് കോപ്പർ 3/4 × 4.8 F 12 കിട്ടും. 3 × 12 1.2 കിട്ടും. 3 × 1.2 ഈസ് 3.6 F എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അങ്ങനൊരു ആൻസർ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആൽഫ ബീറ്റ ഗാമ എന്നാണ് കേട്ടോ. അത് ആൽഫ ബീറ്റ ഗാമ കം ഔട്ട് ഓഫ് എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. എപ്പോഴാണ് വരിക? റേഡിയോ സബ്സ്റ്റൻസിന് ഹീറ്റ് ചെയ്യുമ്പോഴാണോ? റേഡിയോ സബ്സ്റ്റൻസ് വേറെ പാർട്ടിക്കിളായിട്ട് ഹിറ്റ് ചെയ്യുമ്പോഴാണോ? അതോ അറ്റോമിക് റിയാക്ടറിൽ ഇടുമ്പോഴാണോ? അതൊന്നും അല്ല, സ്പോണ്ടേനിയസ്ലി ആണ്. ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന് എപ്പോഴും റേഡിയേഷൻസ് വരെ സ്പോണ്ടേനിയസ്ലി ആണ്. നെക്സ്റ്റ് ഒരു ഇലക്ട്രോണും പോസിട്രോണും ഒരുമിച്ച് കാണാണ്. 2 ഫോട്ടോൺസ് അവർ പ്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രോസസ്സിന് എന്താണ് പറയുക? ഒന്നുമില്ല,
ഒരു ഇലക്ട്രോണും പോസിട്രോണും ഒരുമിച്ച് കൂടിയിട്ട് നമുക്ക് ഫോട്ടോൺ തന്നു. ഫോട്ടോൺ ഇവിടെ സംഭവിക്കുന്നത് അവർ രണ്ടുപേരും ഇല്ലാതാവുകയാണ്. അനിഹിലേഷൻ ഓഫ് മാറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് സർഫസ് term of semi-empirical formula for binding energy of nucleus depends upon its mass number A. സർഫസ് ടേമിൻ്റെ ആണ് ചോദിച്ചത്. സെമി എംപിരിക്കൽ ഫോർമുല ഓർമ്മണ്ടടാ, അത് ഞാൻ നോട്ടിൽ തന്നിട്ടില്ല, വേണമെങ്കിൽ ഇവിടെ എഴുതാം. സെമി എംപിരിക്കൽ ഫോർമുലയാണ്. സെമി എംപിരിക്കൽ ഫോർമുല ബൈൻഡിങ് എനർജി ഇൻ മെഗാ ഇലക്ട്രോൺ ഇവിടെ എഴുതിയ ബൈൻഡിങ് എനർജി ഇൻ മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു കുറേ ടേം ഉണ്ടല്ലോ അതിൽ. അത് വോളിയം ടേം, ദാറ്റ് ഈസ് എ ഉണ്ടാവും, മാസമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ മൈനസ് സർഫസ് ടേം, മാസ് നമ്പർ 2/3 ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ AC അത് Z²/A⁻⁴. പിന്നെയോ മൈനസ് AA അസിമെട്രിക് ടേം, -2Z ആണ്. കൃഷ്ണാവോ -2Z²/A, പിന്നെ ഒരു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഓഫ് AZ ഉണ്ടാവും. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഇതിൽ ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താ? നമ്മളോട് ചോദിച്ചേ സർഫസ് ടേമിൻ്റെ ഇതെങ്ങനെയാണ് മാസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സർഫസ് ടേം ഇതാണ്. ഇതെങ്ങനെയാണ് മാസ് നമ്പറിനെ A⁻²/3. ആൻസർ ബി. ഈസി അല്ലേ? ഇത് ഞാൻ പറഞ്ഞു, തിയറി പഠി. ഈ ന്യൂക്ലിയർ ഫിസിക്സും പാർട്ടിക്കിൾ ഫിസിക്സും പക്കാക്കി പോയാൽ കുറേ തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ന്യൂക്ലിയസ് വന്നിട്ടുണ്ട്. കാർബൺ 612 അബ്സോർബ് എ ന്യൂട്രോൺ ആൻഡ് എമിറ്റ് എ ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് ന്യൂക്ലിയസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാർബൺ 12 അബ്സോർബ് എ ന്യൂട്രോൺ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ C6 ഇക്വേഷൻ എഴുതി നോക്കാം. ന്യൂട്രോണിനാണ്. ന്യൂട്രോണിൻ്റെ 0 1 അല്ല വരിക. ദെൻ മാസ് നമ്പർ 1, അറ്റോമിക് നമ്പർ 0. ദാറ്റ് ഗിവ്സ് എന്തോന്നാണ്. പിന്നെ ആര് തന്നിട്ടുണ്ട്? ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുമ്പം ഇലക്ട്രോണിനെയാണ് അവിടെ എമിറ്റ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രോണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, കാർബൺ എത്ര ഉണ്ട്? കാർബൺ -1 അറ്റോമിക് നമ്പറും 0 മാസ് നമ്പറും ഉള്ള ഒരു ആളാണ്. ഓക്കെ, ഇവിടെ കാർബണിൽ 6 അല്ലേ? 6 ആയിരുന്നു അറ്റോമിക് നമ്പർ. ഇവിടെ 0, 6 + 0. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു ഇലക്ട്രോണിനെ നമുക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രോണിനെ നമ്മൾ പ്രൊഡക്റ്റിൽ കിട്ടുകയാണെങ്കിൽ എപ്പോഴും ആലോചിക്കുക, നമ്മുടെ റിയാക്ഷനിലുള്ള ആളെ അറ്റോമിക് നമ്പർ ഒന്ന് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 7 ആവും. 7 പിന്നെ എന്തോ ഒരു ടേമാണ് നോക്കി നോക്കുക, 2 എണ്ണം ഉണ്ടല്ലേ. 7 N ആണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ N എന്ന് എഴുതി ഞാൻ. 7 ഉള്ളത് N തന്നെയല്ലേ ഉള്ളൂ. ഇലക്ട്രോണിനെ വിട്ട് കൊടുത്തോണ്ടാവും, പ്രൊഡക്റ്റിൽ കിട്ടുകൊണ്ടാണ് ഞാൻ കാർബണിൻ്റെ ഇവിടെ 1+. ഇനി ഇലക്ട്രോണിനല്ല പോസിട്രോണെ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കുറയൂ കേട്ടോ. പിന്നെ 12 എന്ന് പറയുമ്പം മാസ് നമ്പർ ഇലക്ട്രോണിനെ ഒന്നും ചെയ്യുന്നില്ല അല്ലേ? മാസ് നമ്പർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് മാസ് നമ്പർ ചേഞ്ച് ചെയ്യണം. കാരണം ഇവിടെ 13 ആണ് അല്ലേ? ഇവിടെ 13 ഉണ്ട്. ഇവിടെ മാസ് നമ്പർ ഇല്ല. ഇലക്ട്രോണ് വിട്ടെടുത്തപ്പോൾ ഇപ്പം ഞാൻ പറയാം, ഇത് മൊത്തത്തിൽ നിന്നാണ് ഈ ഇലക്ട്രോണ് വിടുന്നത് അല്ലേ? ഈ ഒരു ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഇലക്ട്രോണ് വിട്ട് കിട്ടുന്നത്. അപ്പം ഇലക്ട്രോണിൻ്റെ -1 ഉള്ളത് കൊണ്ട് ചാർജ് അവിടെ അറ്റോമിക് നമ്പർ ഇലക്ട്രോണിൻ്റെത് 1 ഉള്ളത് കൊണ്ട് നമ്മളിവിടെ ഒന്ന് കൂട്ടി. അങ്ങനെ ആലോചിക്കുക, ഇലക്ട്രോണിൻ്റെ അറ്റോമിക് നമ്പർ 1 എന്ന് ആലോചിക്കുക. അപ്പം ഒന്നിവിടെ കൂട്ടി. പോസിട്രോൺ ആണെങ്കിൽ അവിടെ -1 എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് കൂട്ടി. ഇലക്ട്രോൺ വിട്ട് കൊടുത്താൽ നമ്മൾ അറ്റോമിക് നമ്പർ ഒന്ന് കൂട്ടണം. അപ്പോൾ ഒന്ന് കൂട്ടി. പ്ലസ് നൈട്രജൻ ആണ് ഓപ്ഷനിലുള്ളത് 7ൻ്റെ കൂടെ, അത് എഴുതി. പിന്നെ മാസ് നമ്പർ നോക്കുക. ഇവിടെ 13 ഉണ്ട് മൊത്തത്തിൽ. 12 + 1. ഇവിടെയോ ഇലക്ട്രോണിൻ്റെ മാസ് നമ്പർ നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? ഇവിടെയും 13 തന്നെ വരണം. അപ്പോൾ 7 and 13. ആൻസർ ബി. ക്ലിയർ? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മാജിക് നമ്പർ ബേസ്ഡ് ഓൺ അറ്റോമിക് ഷെൽ?
മാജിക് നമ്പർ ഓർമ്മ ഉണ്ടടാ? എനിക്ക് വേഗം അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു മാജിക് നമ്പർ? 2, 8, 20, 28, പിന്നെയോ 50, 82. ഇത് പഠിച്ചു വെക്കണേ. അപ്പോൾ ഇതിൽ 20 ഉണ്ട്, 50 ഉണ്ട്, 82 ഒക്കെ മാജിക് നമ്പർ. അല്ലാത്തത് ആരാണ്? 80. നോട്ടല്ലേ ചോദിച്ച്. അപ്പോൾ ആൻസർ സി, 80. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് പ്രോപ്പർട്ടി ഓഫ് എ ന്യൂക്ലിയർ ഫോഴ്സ്? ഞാൻ പറഞ്ഞു ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടി ചോദിക്കാറുണ്ട്. ഏതാ അല്ലാത്ത? ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്, ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്, സ്പിൻ ഇൻഡിപെൻഡൻ്റ് ആണ്, സാച്ചുറേഷൻ പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാ? സ്പിൻ ഡിപ്പെൻഡൻ്റ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്താണ്? സ്പിൻ ഡിപ്പെൻഡൻ്റ് ആണ്. സോ പ്രോപ്പർട്ടി അല്ലാത്തത് എന്താണ്? ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് കൺസേർഡ് ഇൻ എ ന്യൂക്ലിയർ റിയാക്ഷൻ? ന്യൂക്ലിയർ റിയാക്ഷൻ കൺസർവേഷൻ അല്ലാത്തത് ഏതാണ്? ഐസോപ്പിൻ കൺസേർഡ് ആണ്, പാരിറ്റി കൺസേർഡ് ആണ്, സ്പിന്ന് കൺസേർഡ് ആണ്. അല്ലാത്തത് ആരാ? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ക്ലിയർ? ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് പോസിട്രോൺ ഈസ്. ഇലക്ട്രോണും പോസിട്രോണും എന്തിലാണടാ ഡിഫറൻസ്? അവരുടെ ചാർജിലാണ്. ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. ഓക്കെ, ചാർജ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രോങ് ഫോഴ്സസ് ഓഫ് ഇൻട്രാക്ഷൻ ആർ ത്രൂ ദി എക്സ്ചേഞ്ച് ഓഫ്. ഞാൻ പറഞ്ഞു ആ ടാബിൾ പഠിച്ചപ്പോൾ സ്ട്രോങ് ഫോഴ്സിൻ്റെ ഇൻട്രാക്ഷൻ ആരായിട്ടാണ്? ഒന്നില്ലെങ്കിൽ ഗ്ലൂവോൺസ്, പിന്നെ ആരാ വന്ന അതിൽ? ഹാഡ്രോൺസ്. ഓർമ്മ ഉണ്ടാവും? ഹാഡ്രോൺസിൽ ആരാ എക്സ്ചേഞ്ച് ചെയ്ത്? മെസോൺസ്. അപ്പോൾ മെസോൺസ് ആണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്ത്. നോക്കി നോക്കാം. ഇതാ, ഒന്നില്ലെങ്കിൽ ഗ്ലൂവോൺസ് സ്ട്രോങ് ഫോഴ്സ്, മെയിനായിട്ട് ഗ്ലൂവോൺസ് ആണ് എഴുതേണ്ടത്. ഗ്ലൂവോൺസ് ഇല്ലെങ്കിൽ ആരെഴുതണം? എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾ മെസോൺസ്. ഓക്കെ, അപ്പോൾ ഇവിടെ മെസോൺസിന്റെ ഓപ്ഷനിൽ വരുന്നത് ആരാ? പൈ മെസോൺസേ ഉള്ളൂ. അപ്പോൾ പൈ മെസോൺസ് ആണ് ഇവിടെ ആൻസർ. അടുത്തത്, ലിക്വിഡ് ഡ്രോപ്പ് മോഡലിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് ചോദിച്ച്. ഒരു ന്യൂക്ലിയസിന് ലിപ്പിഡോ ന്യൂക്ലിയസ് സ്പെറിക്കൽ ഷേപ്പാണ്, ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് ഇൻക്രീസ് വിത്ത് വോളിയം. ഇതിലേതാ? ഫസ്റ്റ് തന്നെ വായിക്കുമ്പോൾ കിട്ടൂല. ന്യൂക്ലിയസ് സ്പെറിക്കൽ ഷേപ്പ്. ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എന്താ പറഞ്ഞത്? ന്യൂക്ലിയർ ഫോഴ്സ് അവിടെ സർഫസ് ടെൻഷൻ പോലെയാണ് ആക്ട് ചെയ്യുക, അതുകൊണ്ട് ന്യൂക്ലിയസിന് സ്പെറിക്കൽ ഷേപ്പാണ് ലഭിക്കുന്നത്. നെക്സ്റ്റ്, അയണൈസേഷൻ പവർ കൂടുതലുള്ളത് ആരാണ്? ആൽഫ പാർട്ടിക്കിൾ. നെക്സ്റ്റ്, തോറിയം ന്യൂക്ലിയസ് ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത്. അത് ഇതിലേതാ? നേരത്തെ ചെയ്ത പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ന്യൂട്രോൺ ഉണ്ടായിരുന്നു, ഇവിടെ അതില്ല. എമിറ്റ് ചെയ്യാണ്. തോറിയം 90 അറ്റോമിക് നമ്പർ, 234 മാസ് നമ്പർ ഉള്ള ആള് എമിറ്റ് ചെയ്യാണ്. എന്തോന്ന് എമിറ്റ് ചെയ്യുന്നുണ്ട്? പ്ലസ് ഒരു ബീറ്റ പാർട്ടിക്കിൾ ഉണ്ട്. ബീറ്റ പാർട്ടിക്കിൾ അറിയുമ്പോൾ അതാരാ? ഇലക്ട്രോണ്. ഇലക്ട്രോണിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് -1 എന്ന് ചാർജ് വരെങ്കിലും അറ്റോമിക് നമ്പർ വരെങ്കിലും ഇലക്ട്രോണ് വിട്ടുകൊടുത്താൽ അവരെ എന്ത് ചെയ്യണം? +1. എങ്കിലേ ഈ അറ്റോമിക് നമ്പർ ഈക്വൽ ആളുകൾ. നോക്കിയേ, ഇവിടെ 90, ഇവിടെ -1 ആണ് ഇലക്ട്രോണ്, പിന്നെ ഇവിടെ 91 വന്നാലല്ലേ ഈ ഭാഗം 90 അറ്റോമിക് ടോട്ടൽ അറ്റോമിക് നമ്പർ 90 ആവുള്ളൂ. ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ 90 വരട്ടെ. ഓക്കെ, അതിനാണ് ഞാനിവിടെ ഒന്ന് കൂട്ടി എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ -1 ആണ്, അപ്പോൾ 91 -1 ചെയ്താലേ 90 കിട്ടുള്ളൂ. അപ്പോൾ ഇലക്ട്രോണിനെ വിട്ട് കൊടുത്തിട്ടാണ്, പ്രൊഡക്റ്റിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യണം? കൂട്ടണം പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ. അപ്പോൾ ഇവിടെ 91 വരണം, പിന്നെ എന്തോ ഒരു ടൈമാണ്. അപ്പോൾ 91 വരുന്നത് ഇതാ PA ഉണ്ട്. പിന്നെ മാസ് നമ്പർ നോക്കണം. ഇവിടെ 234 ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം? 234. അപ്പോൾ ആൻസർ 91, 234. ക്ലിയർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ മോഡറേറ്റർ ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ? നമ്മൾ പറഞ്ഞു മോഡറേറ്ററിൻ്റെ എക്സാമ്പിൾ പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഗ്രാഫൈറ്റ് ഈസ് എ മോഡറേറ്റർ, ഹെവി വാട്ടർ ഈസ് എ മോഡറേറ്റർ, ബെറിലിയം ആൾസോ എ മോഡറേറ്റർ. അല്ലാത്തതാരാ? ബോറോൺ. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനിൽ ക്രിറ്റിക്കൽ വാല്യൂ, നമ്മൾ പറഞ്ഞ ക്രിറ്റിക്കൽ വാല്യൂ എന്താ? മൾട്ടിപ്ലിസിറ്റി ഫാക്ടർ K എന്ന് പറയുന്നത്. ക്രിറ്റിക്കൽ എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്ലിസിറ്റി ഫാക്ടർ എത്രയാകുമ്പോഴാണ് ക്രിറ്റിക്കൽ കണ്ടീഷൻ ആവുക? ന്യൂക്ലിയർ റിയാക്ഷൻ ക്രിറ്റിക്കൽ കണ്ടീഷൻ ആവുക Kൻ്റെ വാല്യൂ എത്രയാവുമ്പോഴാണെന്നുള്ളതാണ് ചോദ്യം. Kൻ്റെ വാല്യൂ 1 ആവുമ്പോഴാണ് നമ്മുടെ റിയാക്ഷൻ ക്രിറ്റിക്കൽ, മീൻസ് അതങ്ങനെ സ്റ്റഡി ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ K = 1. അതാണ് ഇപ്പോൾ ക്രിറ്റിക്കൽ ഉദ്ദേശിച്ചത്, അതാണ് കേട്ടോ, സ്റ്റഡി ആയിട്ട് പോകുന്ന ആ കണ്ടീഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ്
ഹാസ് എ സ്പിൻ എസ് ഈക്വൽ ടു, ഇവിടെ ഒന്നുകൂടി ചോദിക്കട്ടെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ, എപ്പോഴാണ് ഒരു റിയാക്ഷൻ സ്റ്റോപ്പ് ആവുക? കെ വാല്യൂ ലെസ് ദാൻ 1 ആവുമ്പോൾ കേട്ടോ. പിന്നെ ഭയങ്കര ഓവറായിട്ട് നടക്കുകയാണെങ്കിൽ കെ ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് സ്പിൻ എസ് ഈസ് ഈക്വൽ ടു 2? ഇവിടെ ക്രിട്ടിക്കൽ എഴുതാം. ഓർ സ്റ്റഡി റേറ്റ്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ സ്പിൻസ് 3/2? നമ്മൾ പറഞ്ഞു ഇതൊക്കെ ആരാ? മ്യൂ ന്യൂട്രിനോ, ഈറ്റ മെസോൺ, സിഗ്മ ഹൈപ്പറോൺ, ഒമേഗ ഹൈപ്പറോൺ. ഒമേഗ ഹൈപ്പറോണിനാണ് 3/2 സ്പിന്ന് വരെ കേട്ടോ. നോട്ട് ചെയ്യാം. നമ്മൾ സ്പിന്ന് എഴുതിയ ഇതിൽ പോയിട്ട് നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷൻ ചെയ്തില്ല, അവിടെ നമ്മൾ സ്പിന്ന് ചെയ്തിട്ടുണ്ട്. വേണേൽ കാണിച്ചു തരണം, കുറച്ച് ദൂരെ പോകാണ്ട്. കണ്ടോ, സ്പിന്ന് 3/2 വരുന്ന ആളാണ് ഒമേഗ മൈനസ്. പാരിറ്റി ഓഫ് എ വേവ് ഫംഗ്ഷൻ ഈസ് കൺസേർവ്ഡ് ഇൻ. പാരിറ്റി എവിടെയാണ് കൺസേർവ് ചെയ്യുക? പാരിറ്റി എവിടെ കൺസേർവ് ചെയ്യുക? പാരിറ്റി ഈസ് കൺസേർവ്ഡ് ഇൻ. പാരിറ്റി രണ്ടിൽ കൺസേർവ്ഡ് ആണ് കേട്ടോ. സ്ട്രോങ്ങിലും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്ററാക്ഷനിലും പാരിറ്റി ഓഫ് എ ഫംഗ്ഷൻ കൺസേർവ്ഡ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ കുറിച്ചുള്ള റോങ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ് പറഞ്ഞത്. നോൺ സെൻട്രൽ ആണ്, ശരിയാണ്. ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്, ശരിയാണ്. ന്യൂക്ലിയർ ഫോഴ്സ് ഡസ് നോട്ട് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ, അതും ശരിയാണ്. അതുതന്നെയാണ് ഈ നോൺ സെൻട്രൽ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ചാർജ് ഡിപെൻഡൻറ്റ്, ഇറ്റ് ഈസ് റോങ്. ഓപ്ഷൻ ഡി. ഈ ഡു നോട്ട് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ആണെങ്കിൽ, ഫോഴ്സ് സെൻട്രൽ ആണെങ്കിൽ അത് എന്ത് ചെയ്യും? R² ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ നോൺ സെൻട്രൽ ആണ്, അതുകൊണ്ട് തന്നെ ഇൻവേഴ്സ് സ്ക്വയർ ലോനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഒബേ ചെയ്യില്ല. ഓക്കെ. സ്പിൻ വാല്യൂ ഓഫ് പയോൺസിൻ്റെ സ്പിൻ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. പയോൺസിൻ്റെ സ്പിൻ വാല്യൂ എത്രയാടാ? പയോൺ ഈസ് എ മെസോൺ. മെസോണിൻ്റെ സ്പിൻ വാല്യൂ എന്തായിരുന്നു? 0. മീഡിയേറ്റർ ഓഫ് എ സ്ട്രോങ് ഇൻട്രാക്ഷൻ. പെട്ടെന്ന് ഉത്തരം അറിയാലോ. മീഡിയേറ്റർ ഓഫ് എ സ്ട്രോങ് ഇൻട്രാക്ഷൻ. മീഡിയേറ്റർ ആണ് ചോദിച്ചത്. കോർക്ക് സ്ട്രോങ് ഇൻട്രാക്ഷനിൽ എഫക്റ്റ് ചെയ്യുന്ന ആളാണ്. മീഡിയേറ്റർ ആരാണ്? അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ ആരാണെന്നാണ് ചോദിച്ചത്. ഇവിടെ മെസോൺസ് ഇല്ല, അതുകൊണ്ട് ആരായിരിക്കും മെയിനായിട്ട് ആരാ വരിക സ്ട്രോങ് ഇൻട്രാക്ഷനിൽ? ഗ്ലൂവോൺസ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. റോൾ ഓഫ് എ മോഡറേറ്റർ ഇൻ എ റിയാക്ടർ. മോഡറേറ്ററിൻ്റെ മെയിൻ റോൾ എന്താണ്? സ്ലോ ഡൗൺ ദി ന്യൂട്രോൺസ്. ഓക്കെ. മിറർ ന്യൂക്ലിയനുള്ള എക്സാമ്പിളാണ് ഇനി ചോദിച്ചിട്ടുള്ളത്. മിറർ ന്യൂക്ലിയർ പറഞ്ഞാൽ എന്തായിരുന്നു? ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രോട്ടോൺ രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ ന്യൂട്രോണുമായിട്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ന്യൂട്രോണ് രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ പ്രോട്ടോണുമായിട്ടോ ഈക്വൽ ആയാൽ മതി. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഫസ്റ്റത്തെ നോക്കാം. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റത്തെ കേസ് നോക്കുകയാണെങ്കിൽ പ്രോട്ടോൺ നമ്പർ, ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രോട്ടോൺ 7, രണ്ടാമത്തേൻ്റെ ന്യൂട്രോണുമായിട്ട് ഈക്വൽ ആണോ? 13 അല്ല, 13 അല്ല, 13 - 7 അത് 6 ആവില്ല, ഈക്വൽ അല്ല. പിന്നെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇത് 14, ന്യൂട്രോൺ നമ്പർ പറയുമ്പോൾ 14 - 7. അപ്പോൾ ഇതല്ല. പിന്നെ രണ്ടാമത്തെ നോക്കാം. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രോട്ടോണ് ഇതല്ലേ 7, രണ്ടാമത്തേൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം 13 - 6, 7 അല്ലടാ. സോ രണ്ടാമത്തേതാണ് ഓപ്ഷൻ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ കിട്ടിയില്ല അല്ലേ? ഓക്കെ, ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫോണോൺസ് ഏതൊക്കെ റിയാക്ഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിക്കുക വേണമെങ്കിൽ. ഗ്രൂപ്പ് എ കണ്ടെയ്ൻസ് എലമെൻ്ററി എക്സൈറ്റേഷൻ. എലമെൻ്ററി എക്സൈറ്റേഷൻ ആണ് ഗ്രൂപ്പ് എ. എലമെൻ്ററി
elementary excitation. ഗ്രൂപ്പ് ബിയിൽ ഫീൽഡ് ഇൻട്രാക്ഷൻസ് ആണുള്ളത്. ഗ്രൂപ്പ് ബിയിൽ ഫീൽഡ് ഇൻട്രാക്ഷൻസ് ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന മൊത്തം പ്രീവിയസ് ഇയർ ആണ്. അപ്പോൾ ഇതിൽ ഫോനോൺസ് വന്നിട്ടുണ്ട്, ഫോണോൺസ്, പ്ലാസ്മോൺസ്, മാഗ്നോൺസ്, ഗ്ലൂവോൺസ്. ഫോണോൺസ് എന്ന് പറയുമ്പോൾ മീഡിയേറ്റ്, ഗ്ലൂവോൺസ് 2 വരണം അല്ലേ, മാഗ്നോൺസ്. ഗ്ലൂവോൺസ് ഇപ്പോൾ ഈ സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ്. അപ്പം അങ്ങനെ നോക്കുക, D2 വരുന്നത് ഇതാ ഈ ഓപ്ഷൻ. D2 വരുന്നത് 2 എണ്ണം ഉണ്ട്. D2 വരുന്നത് 2 എണ്ണം ഉണ്ട്. പിന്നെ ഫോനോൺസ് പ്ലാസ്മ വൈബ്രേഷൻ. ലാറ്റിസ് വൈബ്രേഷനിൽ ഉണ്ടാവില്ലടാ ഫോനോൺസ്. A3 ഓപ്ഷൻ എ ആണ് വരിക. പഠിച്ചു വെക്കട്ടോ അതൊന്ന്. ഓപ്ഷൻ എ ഫോനോൺസ് ലാറ്റിസ് വൈബ്രേഷനിലും, ഗ്ലൂവോൺസ് നമ്മൾ പറഞ്ഞു സ്ട്രോങ് ഇൻട്രാക്ഷൻ. നമ്മൾ ഉള്ള അറിവ് വെച്ചിട്ട് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടും എന്ത് കിട്ടും, മാഗ്നോൺസ് സ്പിൻവേഴ്സ് എന്നും പ്ലാസ്മ ഓസിലേഷനിലൂടെ നമുക്ക് പ്ലാസ്മോൺസുമാണ് കിട്ടുക. ഓക്കെ, ഓപ്ഷൻ എ. നെക്സ്റ്റ് ന്യൂക്ലിയോൺ ഇൻട്രാക്ഷൻ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ന്യൂക്ലിയോൺ ഇൻട്രാക്ഷൻ. ന്യൂക്ലിയോൺ ഇൻട്രാക്ഷൻ എന്താ? ചാർജ് ഇൻഡിപെൻഡൻറ്റ്. ന്യൂക്ലിയോ എന്ന് പറഞ്ഞാൽ ന്യൂട്രോണും പ്രോട്ടോൺ ഇതൊക്കെ എന്താണ്? ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ്. സോ ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡൻറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് മോഡറേറ്റർ. മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഈസി അല്ലേ? ഹെവി വാട്ടർ. ഓപ്ഷൻ എ. ബൈൻഡിങ് എനർജി ഓഫ് നിയോൺ തന്നിട്ടുണ്ട്, ഇത്രയാണ്. ദെൻ ഇറ്റ്സ് അറ്റോമിക് മാസ് ആണ് നമുക്ക് കാണേണ്ടത്. അത് കാണാൻ ബൈൻഡിങ് എനർജിൻ്റെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം. അറ്റോമിക് നമ്പർ ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് n ഇൻറ്റു mass of neutron number into mass of neutron minus m into element mass of element xa into c square. ഇതാണ് ബൈൻഡിങ് എനർജി കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടുത്തെ കേസിൽ മാസ് ഓഫ് പ്രോട്ടോൺ എത്ര വരുടാ? മാസ് ഓഫ് പ്രോട്ടോൺ നമുക്കറിയാം 1.67 into 10⁻⁻27 കിലോഗ്രാം. മാസ് ഓഫ് ന്യൂട്രോണും സെയിം തന്നെയാണ്. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് സെയിം ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ഇതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ബൈൻഡിങ് എനർജി തന്നിട്ടുണ്ട്. നിയോണിൻ്റെ അറ്റോമിക് മാസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് നിയോണിൻ്റെ ഇത് ചെയ്ത് നോക്കട്ടോ നിങ്ങൾ. അറ്റോമിക് നമ്പർ എത്ര കൊടുത്താലാണ് വരിക എന്നുള്ളത്. നിയോണിൻ്റെ നമുക്കറിയാം, അറ്റോമിക് നമ്പർ അറിയാം, മാസ് നമ്പർ അറിയാം. അറ്റോമിക് മാസ് ഇതിൽ നിന്ന് കാണാൻ പറ്റും. ഈ ഒരു ടേം നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ഇത് കണ്ടെത്തുമ്പം Z അറിയാലോ, അറ്റോമിക് നമ്പർ 10 ആണ്. ഇവിടെ Z ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 10 ആണ് നിയോണ്ടത്. അറ്റോമിക് മാസ് നമ്പർ പിന്നെ ന്യൂട്രോൺ നമ്പറാണ് വേണ്ടത്. ന്യൂട്രോൺ നമ്പർ 20 - 10 അതും 10 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ മാസ് ഓഫ് ന്യൂട്രോണും മാസ് ഓഫ് പ്രോട്ടോണും തന്നിട്ടുണ്ട്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബൈൻഡിങ് എനർജി തന്നിട്ടുണ്ട്, അതും കൊടുക്കുക. അപ്പം ആൻസർ ഇങ്ങനെ വരും. ഇവിടെ മുകളിൽ എഴുതുന്നുണ്ട് കേട്ടോ ഇതിൻ്റെത്. 1/60.65 is equal to ഇതിനെ സി സ്ക്വയറിനെ മാറ്റിയിട്ട് വേണേൽ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കൊടുത്തോളൂ കേട്ടോ. 931 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈക്വൽ ടു Z 10 ഇൻറ്റു മാസ് ഓഫ് 1.67 ഇൻറ്റു 10⁻⁻27 പ്ലസ് 10 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻27 67 ഇൻറ്റു 10⁻⁻27 മൈനസ് നമുക്ക് കാണേണ്ടത് m ഇൻറ്റു XZ ഇൻറ്റു 931 ചെയ്യാം. അപ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ കിട്ടുക ഐ തിങ്ക് ഇതിൻ്റെ ആൻസർ
ചെയ്ത് നോക്കണേ, ചെയ്ത് നോക്കിയിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ, ടൈം കളയണ്ട വിചാരിച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് മിനിമം എനർജി ഓഫ് എ ഫോട്ടോൺ. മിനിമം എനർജി ഓഫ് എ ഫോട്ടോൺ ആണ് കാണേണ്ടത്. പെയർ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് പോസിട്രോൺ. ഇലക്ട്രോണിൻ്റെ പോസിട്രോൺ പെയർ പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന ഫോട്ടോണിൻ്റെ മിനിമം എനർജിയാണ് കാണുന്നത്. അപ്പം എന്ത് ചെയ്യണം? mc² ഈക്വൽ ആവണം. എം മാസ് ഓഫ് ഇലക്ട്രോൺ മാസ് ഓഫ് പ്രോട്ടോണും മൾട്ടിപ്ലൈ ചെയ്യുക. അതറിയാലോ, 5.1 × 10⁻31 ആണ്. അപ്പം ഇലക്ട്രോൺ ഇത് ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ ഏകദേശം 1.02 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇത്രയെങ്കിലും വേണം. അപ്പം ആൻസർ 1.02 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ക്ലിയർ ആണല്ലോ? മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോണും മാസ് ഓഫ് പോസിട്രോണും ചെയ്യുക. ഇലക്ട്രോണിൻ്റെ മാസ് തന്നെ വരിക, പിന്നെ അതിനെ ഇൻറ്റു c² ചെയ്താൽ ഈ ആൻസർ കിട്ടും. ക്ലിയർ? പിന്നെ പോളി ന്യൂട്രിനോൻ്റെ എസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് ബേസ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞത്? π/d പരിശോധിച്ചപ്പം അതിൽ കൺസർവേഷൻ ഓഫ് എനർജി എത്രയായിട്ടും ലഭിക്കുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം ഒരു ആളെ കൊണ്ടുവന്നത്. അയാളാണ് ന്യൂട്രിനോ. π/d ന്യൂട്രിനോനെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ കൺസേർവ്ഡ് ആയ എനർജി ആരെ കൊണ്ടുവന്ന്? പോളി കേട്ടോ. പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കൊണ്ടുവന്ന പോളി തന്നെയാണ് കൊണ്ടുവന്നത്. പിന്നെ ഗ്രിഗർ നട്ടൽ എക്സ്പ്രഷൻ എന്താണ്? റിലേഷൻ. എന്തിൻ്റെയൊക്കെ റിലേഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗ്രിഗർ നട്ടൽ റിയാക്ഷന് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. നേരത്തതും ഇതും അത് തന്നെയാണ്. ലാംഡ അവിടെ -A1Z/√E. ഇവിടെ E എന്ന് പറയുന്നത് DK എനർജി ആണ്. പ്ലസ് A2. A1ഉം A2 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ്. E എന്ന് പറയുന്നത് DK എനർജി. പിന്നെ അപ്പോൾ ലോഗരിതം എന്താണ്? എന്തിനൊക്കെ തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്? ലോഗരിതം ഓഫ് DK എനർജിയും പിന്നെയോ സ്ക്വയർ ആണോ? സ്ക്വയർ അല്ല, ലോഗരിതമാണ്. ലോഗരിതം ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആൻഡ് DK എനർജി. ഓപ്ഷൻ എ. അടുത്തത് ഇത് DK കോൺസ്റ്റന്റ് അല്ലേ, ഡിസ്ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് അല്ലേ, ഇതിൻ്റെയും പിന്നെ DK എനർജിൻ്റെയും റിലേഷൻ. ഓക്കെ, പ്രോട്ടോണിൻ്റെ കോർക്ക് സ്ട്രക്ചർ എങ്ങനെയാണ്? UUD ആണ് പ്രോട്ടോണിൻ്റെ കോർക്ക് സ്ട്രക്ചർ. നേരത്തെ തന്ന ടാബിളുണ്ട് കേട്ടോ, ഒന്ന് നോക്കുക, പഠിച്ചു പോവാ കേട്ടോ. പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇതിൻ്റെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇതിൻ്റെയൊക്കെ കോർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് പോവാ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മിസ്സിങ് എലമെൻറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി അല്ലേ കാണാൻ? ഇവിടെ 1 ഇവിടെ. അപ്പോൾ 2 വരണം അറ്റോമിക് നമ്പർ. പിന്നെ ഒരു എലമെൻറ്റ് വരണം. 2 വരുന്നത് ഹീലിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഹീലിയം. പിന്നെ 3ഉം 1ഉം ആണ്. ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 1 ഇവിടെ പോയി. പിന്നെ ബാക്കി 3 ഉണ്ടാവും. 2, 3 വരുന്നത്. ഓക്കെ, ഈസിയാണ് കണ്ടെത്താൻ. അറ്റോമിക് നമ്പറും മറ്റേ നമ്പറും മാസ് നമ്പറും കൂടെ നോക്കിയാൽ മതി. ഓക്കെ, ന്യൂട്രിനോ ഓസിലേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ന്യൂട്രിനോ ഓസിലേഷൻ പറയുന്നത് ന്യൂട്രിനോൻ്റെ വാല്യൂ അത് നമുക്ക് ലഭിക്കുന്നത് ന്യൂട്രിനോക്ക് ഒരു മാസ് ഉണ്ട്, നോൺ സീറോ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് ന്യൂട്രിനോ ഓസിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊരു ഇങ്ങനെ ഒരു ഫിനോമിനലിലൂടെയാണ് നമുക്ക് ന്യൂട്രിനോ ഓസിലേഷൻ. അതെന്താ വെച്ചാൽ ന്യൂട്രിനോൻ്റെ സ്പിന്ന് നോക്കിയപ്പം ആദ്യം ഒരു വാല്യൂ കിട്ടി, പിന്നെ നോക്കുമ്പോൾ വേറെ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇതിൻ്റെ മാസ് ന്യൂട്രിനോക്ക് എന്തോ ഒരു ഈ ചേഞ്ച് ചെയ്യാൻ കാരണം അതിനൊരു മാസ് ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയാണ് നോൺ സീറോ വാല്യൂ ഓഫ് ആ ഒരു സംഭവത്തെയാണ് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോൾ വേറെ വാല്യൂ, പിന്നെ ചെക്ക് ചെയ്തപ്പോൾ വേറെ വാല്യൂ ആണ് ന്യൂട്രിനോക്ക് കിട്ടിയത്. അതിനാണ് നമ്മൾ ന്യൂട്രിനോ ഓസിലേഷൻ എന്ന് പറയുന്നത്. എന്നുള്ള കൺക്ലൂഷനാണ് ഇത്. മാസ് ഓഫ് ന്യൂട്രിനോ നോൺ സീറോ വാല്യൂ ആണെന്നുള്ളത്. ഓക്കെ, പിന്നെ പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്, അത് റിയാക്ഷനിലോട്ട് ഗിവ് റൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഇല്ലാത്തൊരു പാർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചത്. എക്സും പിയും ഗീവ്സ് n+e. ഞാൻ പറഞ്ഞിട്ടുണ്ട് പോസിട്രോൺ വരികയാണെങ്കിൽ അവിടെ ആരും കൂടെ വരും, പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണ് ചാർജ് ലെസ്, പോസിട്രോൺ പോസിറ്റീവ് ചാർജ്,
പിന്നെ ഒരാളും കൂടെ വരും. ആരാ? പോസിട്രോണിൻ്റെ കൂടെ വരുന്നത് ആൻറ്റി ന്യൂട്രിനോ. ബീറ്റാ ഡി ഒക്കെ പഠിക്കുമ്പം ഓർമ്മയുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്. എലിമെൻ്ററി പാർട്ടിക്കിളിൻ്റെ സ്ട്രോങ് ഇൻറ്ററാക്ഷനിലൂടെയാണ്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ദ ലിസ്റ്റ് ബിലോ ഇൻറ്ററാക്ട് വിയ സ്ട്രോങ് ഇൻറ്ററാക്ഷൻ വിച്ച് ഈസ് ഇറ്റ്. സ്ട്രോങ് ഇൻറ്ററാക്ഷനിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾ ഏതാണ്? ഹാഡ്രോൺസ് അല്ലടാ, ഹാഡ്രോൺസ്. നെക്സ്റ്റ്, പാർട്ടിക്കിൾ വിച്ച് ഫസ്റ്റ് പ്രഡിക്റ്റഡ് ബേസ്ഡ് ഓൺ ദി തിയററ്റിക്കൽ ക്ലാസിഫിക്കേഷൻ. അത് ഒമേഗ മൈനസ് ആണ് കേട്ടോ. ഒമേഗ മൈനസിനെ നമ്മൾ അത് തിയററ്റിക്കലായിട്ട് ഒമേഗ മൈനസിൻ്റെ എക്സിസ്റ്റൻസ് പറഞ്ഞു, പിന്നെ അത് ഡിസ്കവർ ചെയ്തു, പിന്നെ ഒമേഗ മൈനസ്. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ടിക്കിൾ ഇപ്പോൾ ഹോൾഡിംഗ് കോർക്സ് ഫോം ഹാഡ്രോൺസ്. ഏത് പാർട്ടിക്കിളാണ് ഹാഡ്രോൺസിലുള്ള കോർക്കിനെ ഒരുമിച്ച് നിർത്തിയിട്ട് വിച്ച് ഓഫ് ദ പാർട്ടിക്കിൾ റെസ്പോൺസിബിൾ ഫോർ ഹോൾഡിംഗ് ടുഗദർ കോർക്സ് ടു ഫോം ഹാഡ്രോൺസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാഡ്രോൺസും തമ്മിൽ കൂട്ടുന്നതാരാ? മെസോൺസ്. ടാബിൾ പഠിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കോർക്ക് മോഡലിൽ കോർക്കും ആൻറ്റി കോർക്കും ഉണ്ട്. അതിൽ ക്വാണ്ടം നമ്പർ കളേഴ്സ്, ക്വാണ്ടം നമ്പർ പറഞ്ഞാൽ കളേഴ്സ് ഡിഫറെൻറ്റ് വാല്യൂസിൻ്റെ എത്ര ഉള്ളത് എന്നാണ് ചോദ്യം. എത്ര വാല്യൂസ് ഉണ്ട്? നമ്മൾ പറഞ്ഞു കോർക്കിന് എത്ര വാല്യൂസ് ഉണ്ട്? റെഡ്, ബ്ലൂ, ഗ്രീന്. പിന്നെ ആൻറ്റി കോർക്കിന് എത്ര വാല്യൂസ് ഉണ്ട്? മൈനസ് റെഡ്, മൈനസ് ബ്ലൂ, മൈനസ് ഗ്രീൻ. അപ്പം മൊത്തം എത്ര? 6. കോർക്ക് കണ്ടന്റ് ഓഫ് പ്രോട്ടോണീസ്. പ്രോട്ടോണിൻ്റെ കോർക്ക് കണ്ടന്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് ഇത്. പിന്നെ ഇതെപ്പോഴും ആയിരിക്കും മെസോൺസ് എപ്പോഴും കോർക്കും ആൻറ്റി കോർക്കും ആയിരിക്കും. ബാരിയോൺസ് 3 കോർക്ക്. പ്രോട്ടോൺ ബാരിയോൺ അല്ലേ, അങ്ങനെയാണ് 3 കോർക്ക്. ഓക്കെ, UUD പ്രോട്ടോണിൻ്റെ. മീഡിയേറ്റർ ഓഫ് സ്ട്രോങ് ഇൻട്രാക്ഷൻ ഈസ്. സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ മീഡിയോൺസ് ആരാണ്? ഗ്ലൂഓൺസ്. അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ട്രോങ് ഇൻട്രാക്ഷൻ അലയിക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് അലയ്ക്കുന്ന ഗ്ലൂഓൺസിനാണ്. അല്ല ഹാഡ്രോൺസ് വരികയാണെങ്കിൽ മെസോൺസ് വരും. ഈ ഗ്ലൂഓൺസ് ഇല്ലെങ്കിൽ മെസോൺസ് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ന്യൂക്ലിയർ ഫിസിക്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ഒന്നും കൂടെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. കാരണം ഇതിൽ ഒരുപാട് ന്യൂമറിക്കൽ അല്ല വരുന്നത്, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ എന്തായാലും തിയറിയും പഠിക്കുക, അതുപോലെ ക്വസ്റ്റ്യൻസും ചെയ്യാം. പിന്നെ സ്പിന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എല്ലാവരുടെയും ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം മെസോൺസിൻ്റെ സ്പിന്ന് 0 എന്ന് പെട്ടെന്ന് കിട്ടും. പിന്നെ ബാരിയോൺസ്, പിന്നെ അതുപോലെ ബോസോൺസ്, പിന്നെ ഇതുപോലെ ഒമേഗ മൈനസിൻ്റെ സ്പിന്ന്, അങ്ങനത്തെ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആ എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ ഭാഗം നിങ്ങൾ വിട്ടു പോകരുത്. എക്സാമിന് തിയറി ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ന്യൂക്ലിയർ ഫിസിക്സ് പിന്നെ നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചൊരു ഓർമ്മയുണ്ടാവും. അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ അറിവും കൂടെ മതി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.